ഇങ്ങനെ ചില പരാജയങ്ങൾ വരുമ്പോൾ ഒറ്റ ബുദ്ധിക്ക് ഒരു കയറെടുത്തുകൊണ്ട് പോയി അപ്പുറത്തെ മരത്തെ കെട്ടി സെക്കൻഡുകൾക്കുള്ളിൽ ജീവിതം തീർക്കും. ഇല്ലെങ്കിൽ അപ്പുറത്തെ വിഷക്കടയിൽ പോയി ഒരു കുപ്പി വിഷം മേടിച്ചുകൊണ്ട് വന്ന് എവിടെയെങ്കിലും ഒരു റൂം എടുത്തിട്ടോ അങ്ങ് മരിച്ചേക്കും. പിറ്റേ ദിവസം ആരെങ്കിലും ഒക്കെ കാണും റൂമിൽ മരിച്ചു കിടക്കുന്നു, റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നു. പലരും ജീവിതം അവസാനിച്ചു. എന്നാൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിയോഗം എഴുതിയ ഒരു പെട്ടിയുണ്ട്. അതിനകത്ത് ഞാൻ ഒരു നിയോഗം എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ പരിചയമുള്ള ഒരാൾ എഴുതിയിരിക്കുകയാണ്, എൻ്റെ മകളുടെ ആ ഡിവോഴ്സ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങളെ സഹായിക്കാമെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ട് ആരെങ്കിലും ആവശ്യ നേരത്ത് സഹായിക്കാമെന്നോ ഫോൺ പോലും എടുത്തിട്ടില്ല. വിളിച്ചപ്പം മെസ്സേജ് അയച്ചിട്ട് കണ്ടതായിട്ട് എനിക്കറിയാം, പക്ഷെ റിപ്ലൈ പോലും അയച്ചിട്ടില്ല. അതാണ് നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞ പലരുടെയും അവസ്ഥ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുന്നൊരു വാക്കുണ്ട്, കർത്താവേ, വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം. എല്ലാ അർത്ഥത്തിലും അവരൊരു നല്ല മനുഷ്യനാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന്. ഇവിടെ ഇരിക്കുന്നത് ഒരു ഭർത്താവായിരിക്കാം, ഒരു ഭാര്യ ആയിരിക്കാം. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നല്ലൊരു ഭർത്താവാകണം. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നല്ലൊരു ഭാര്യയാകണം. എല്ലാ അർത്ഥത്തിലും ഞാനൊരു നല്ല ശുശ്രൂഷകനാകണം. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നല്ലൊരു അയൽവാസിയായിരിക്കണം. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നല്ലൊരു യുവാവായിരിക്കണം, നല്ലൊരു യുവതിയായിരിക്കണം. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ മറ്റൊരാൾക്കൊരു അനുഗ്രഹമായിരിക്കണം. അതാണ് ഈ പ്രസംഗത്തിൻ്റെയൊക്കെ ഉദ്ദേശം. 4 പാട്ട് പാടുകയും കുറച്ച് ഒച്ചത്തിൽ പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞ് സാധാരണ പോലെ പോകുന്നല്ല. നമ്മളെല്ലാ അർത്ഥത്തിലും വേറൊരാൾക്കൊരു അനുഗ്രഹമായി മാറണം. അതും കൂടി നമ്മുടെ ഒരു പൊതു നിയോഗമാണ്. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, നിങ്ങൾ എഴുതി സമർപ്പിക്കുന്ന ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി ഇന്നും പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനകളെല്ലാം കൊണ്ടുപോയി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മുമ്പിൽ അത് വച്ച് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ കഴിയുന്ന പോലെ മനസ്സൊരുക്കി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നല്ലെങ്കിൽ നാളെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ്. ഹല്ലേലൂയ. എന്തു വിതച്ചോ അത് കൊയ്യും. സത്യമാണോ? എന്തു വിതച്ചോ, എന്ത് നട്ടോ അത് വളരും, അത് ഫലം ചൂടും. എനിക്ക് തേങ്ങയാണ് ആവശ്യം. ഞാനത് എൻ്റെ പറമ്പിൽ നടാൻ ആഗ്രഹിക്കുന്നത് തെങ്ങിൻ്റെ തൈയാണ്. എനിക്ക് കുറച്ച് പച്ചക്കറി, ചെറിയ ചീരയും പയറും ഒക്കെ വേണം. അത് അതിൻ്റെ അരി വിറ്റത്തിട്ടാൽ മതി. അത് വളർന്ന് അതിൻ്റെ ഫലം ഉണ്ടാകും. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതാണ് വിതയ്ക്കേണ്ടത്. നിങ്ങളിപ്പോൾ വിതയ്ക്കുന്നത് വിശ്വാസമാണ്, പ്രാർത്ഥനയാണ്, ദൈവത്തിലുള്ള ആശ്രയത്വമാണ്. എന്നിട്ട് വിതയ്ക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആ വിതച്ചത് അനുഗ്രഹമായും നന്മയായും വിടുതലായും നിങ്ങൾ തന്നെ അത് കൊയ്തെടുക്കും. വിതച്ചത് കൊയ്യും. അതൊരു അപകടം പിടിച്ച വാക്കുമാണ്. മറ്റൊരാൾക്ക് ദോഷം വരുന്നത് വിതയ്ക്കരുത്. വേറൊരാളെ കണ്ണുനീര് കുടിപ്പിക്കരുത്. ആരെയും കരയിപ്പിച്ചു വിടരുത്. ഞാൻ ഒരാളെ കരയിപ്പിച്ചു വിട്ടാൽ 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ അതിനേക്കാൾ ഉച്ചത്തിൽ കരയേണ്ടി വരും. ആരായാലും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഒരാളെ കരയിപ്പിച്ചാൽ എന്നെ കരയിപ്പിക്കാനുള്ളവൻ എവിടെയോ എഴുന്നേൽക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ജയിച്ചു എന്ന സത്യമാണ്. ഞാൻ ആ വ്യക്തിയെ കരയിപ്പിച്ചു, ഞാൻ ജയിച്ചു. പക്ഷെ ഞാൻ അറിയുന്നില്ല, ആ വ്യക്തി കരഞ്ഞേക്കാൾ ഒച്ചത്തിൽ ഞാൻ കരഞ്ഞുകൊണ്ടായിരിക്കും കുറച്ച് വർഷം കഴിയുമ്പോൾ ഞാൻ അവിടുന്ന് പോകുന്നത്. ഞാൻ കണ്ണുനീരാണ് വിതച്ചതെങ്കിൽ ഞാൻ കൊയ്തെടുക്കുന്നതും കണ്ണുനീരായിരിക്കും. ഞാൻ മറ്റൊരാൾക്ക് തകർച്ചയാണ് കൊടുത്തതെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വരുന്നത് മറ്റൊരു രൂപത്തിലുള്ള ഏതേലും തകർച്ചയായിരിക്കും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, വിതച്ചത് കൊയ്യും. നല്ലത് വിതച്ചോ, വിശ്വാസം വിതയ്ക്ക്, ദൈവത്തിലുള്ള ആശ്രയത്വം വിതയ്ക്ക്, നന്മ വിതയ്ക്ക്. അത് നീ ജീവിതത്തിൽ കൊയ്തെടുക്കും, റിട്ടേൺ കിട്ടും. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എപ്പോഴാണ് ദൈവം കരുണ കാണിക്കുന്നത് എന്നൊരു ചോദ്യത്തിന് ഉത്തരമുണ്ട്. ഒത്തിരി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, ഞാൻ എന്നാണോ മറ്റൊരാളോട് കരുണ കാണിക്കുന്നത്, അപ്പോൾ മുതൽ ദൈവം നിന്നോടും കരുണ കാണിക്കാൻ തുടങ്ങും. എപ്പോഴാണോ ഞാൻ മറ്റൊരാളോട് കരുണ കാണിച്ചത്, അതേ സമയം തന്നെയാണ് ദൈവം എന്നോടും കരുണ കാണിക്കുന്ന സമയം.
ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ദൈവം എന്നോട് കരുണ കാണിക്കുന്നത് മറ്റൊരാളുടെ കണ്ണുനീർ തുടച്ചായിരിക്കും ഞാൻ ഒരാളോട് കരുണ കാണിക്കുന്നതെങ്കിൽ അതേ സമയം ദൈവം എന്നോടും കരുണ കാണിക്കുന്ന സമയം തന്നെയാണ്. അത് വീട്ടിലുള്ളവരാകാം, എൻ്റെ പരിചയത്തിലുള്ളവരാകാം, എൻ്റെ സുഹൃത്ത് വലയത്തിൽപ്പെട്ട ഒരാളാകാം, എൻ്റെ അയൽവാസിയാകാം. ഞാൻ ഒരാളോട് വാക്കുകൾ കൊണ്ടെങ്കിലും ഒരു കരുണ കാണിക്കുമ്പോൾ അത് ദൈവം എന്നോടും കരുണ കാണിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ദൈവവചനം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ്. ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 7-ാമത്തെ വാക്യം. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. എന്തിനാണ് പ്രത്യാശ? ആ നിൽക്കുന്ന മരത്തിന്, വൃക്ഷത്തിന് പ്രത്യാശയുണ്ടെന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന നമുക്ക് പലർക്കും ഇല്ലാത്തതാണെന്ത്? പ്രത്യാശ. നമുക്ക് പലർക്കും ഉള്ളത് നിരാശയാണ്, സങ്കടമാണ്. പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ചിലരൊക്കെ നന്നായി ചിരിക്കുന്നുണ്ട്. അത് നന്നായിട്ടൊരു പരിധി വരെ അഭിനയിച്ചാണ് ചിരിക്കുന്നത്. ഉള്ളു തുറന്ന് ചിരിക്കുന്നതല്ല. മനസ്സ് നിറയെ ഒരു ലോറിക്കകത്ത് കയറ്റാൻ പറ്റുന്ന അത്രയും സങ്കടമുണ്ട്. വലിയ ലോറിക്കകത്ത് കയറ്റാൻ പറ്റുന്ന അത്രയും സങ്കടമുണ്ട് പലർക്കും മനസ്സിൽ. എന്നാലും മുറ്റത്തിറങ്ങി നിൽക്കുമ്പോൾ ചിരിക്കും, അപ്പുറത്തൊരാളെ കാണുമ്പോൾ ചിരിക്കും, വർത്താനമൊക്കെ പറയും. പക്ഷേ കരഞ്ഞുകൊണ്ടാണ് പലരും ചിരിക്കുന്നത്. പലരുടെയും ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കും, എന്തിനാണ് എനിക്കിങ്ങനെ ഒരു ജീവിതമെന്ന്. പലരും ചിന്തിക്കും, ഞാൻ വിവാഹം കഴിക്കണ്ടായിരുന്നു അല്ലേ. പലരും ചിന്തിക്കും, എന്തെങ്കിലും രോഗം വന്ന് അങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ. എനിക്കെന്താണവോ ഒരു രോഗം പോലും വന്ന് ഞാൻ മരിച്ചു പോകാത്തത്. ഒന്നും അറിയാതെ നേരം എടുക്കുമ്പോൾ മരിച്ചു പോയിരുന്നെങ്കിൽ, ഇതൊന്നും കാണണ്ടായിരുന്നല്ലോ, കേൾക്കണ്ടായിരുന്നല്ലോ എന്നും ചിന്തിക്കുന്നവരുണ്ട്. മനസ്സ് വിഷമിച്ച് ചിന്തിക്കുന്നതാണ്, വേദനിച്ച് ചിന്തിക്കുന്നതാണ്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, വചനം കേൾക്കുന്ന നമ്മളെക്കുറിച്ചല്ല, ബൈബിൾ പറയാണ്, വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. പ്രത്യാശയുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. നമ്മൾ എന്തിനാ ഈ വചനം കേൾക്കുന്നതെന്ന് അറിയാമോ? എവിടെയെങ്കിലും മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അവിടം വച്ച് ഉണങ്ങാനല്ല, അവിടെ നിന്ന് വീണ്ടും കിളിർത്തോണം. ഹല്ലേലൂയ. ഒന്നും കൂടെ പറയാം. ഒരു മരത്തെ നമ്മൾ വെട്ടി മുറിച്ചാൽ 1 മാസം കഴിഞ്ഞ് വരുമ്പോൾ ആ മരം ചിന്തിക്കില്ല, ഓ ഞാൻ എന്തിനാ ജീവിക്കുന്നത്, ഞാൻ ഇത്രയും വളർന്നായിരുന്നു, എന്നെ ഇവിടെയുള്ള മനുഷ്യർ വെട്ടിക്കുത്തി അതിനെ മുറിച്ചു കളഞ്ഞു, ഇനി ഞാൻ എന്നാ അങ്ങനെ ഒരു നിലയിൽ എത്തുന്നത്, അതുകൊണ്ട് എനിക്കിനി ജീവിക്കേണ്ടെന്നല്ല മരം പറയുന്നത്. മരം പറയും, നിങ്ങൾ എന്നെ മുറിച്ച് പല കഷ്ണങ്ങളാക്കിയാലും വീണ്ടും ഞാൻ തളിർക്കും, വീണ്ടും ഞാൻ വളരും. 9 പ്രാവശ്യം OET പരീക്ഷ എഴുതിയ ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി ഈ പരീക്ഷ എഴുതുന്നില്ല, എഴുതി മടുത്തു, നാണം കെട്ട് മടുത്തു. ആ വ്യക്തി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ആ വ്യക്തിയോട് പറഞ്ഞു, 1 പ്രാവശ്യം കൂടി എഴുതണം, അടുത്ത പ്രാവശ്യമാണ് നീ ജയിക്കുന്നത്. ഞാൻ ജയിക്കുമോ? ദൈവത്തിൽ ആശ്രയിച്ച് എഴുത്, 10ാമത്തെ പ്രാവശ്യം എഴുത്, നീ ജയിക്കും. 9 പ്രാവശ്യം തോറ്റു എന്ന് പറഞ്ഞ് പോകാൻ വരട്ടെ. പിറുപിറുത്തോണ്ട് പ്രാർത്ഥിച്ച് ഗുണമില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി ഞാൻ ഒരു പരിപാടിക്കുമില്ല എന്നും പറഞ്ഞ് മനസ്സും അടുത്ത് തിരിഞ്ഞ് റിട്ടേൺ പോകുന്നതിന് മുമ്പ് 1 പ്രാവശ്യം കൂടി എഴുത്. 9 പ്രാവശ്യം നീ തോറ്റായിരിക്കും, ശരി തന്നെ, 10ാമത്തെ പ്രാവശ്യം നീ ജയിക്കും. അതിൻ്റെ പേരാണ് പ്രത്യാശ. ആ വ്യക്തി 10ാമത്തെ പ്രാവശ്യം ജയിച്ചു. അതായിരുന്നു സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത്. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട് ഒത്തിരി അടിയും ഇടിയും കുത്തൊക്കെ കിട്ടിയവർ, പരിക്ക് പറ്റിയവർ ഇതിനകത്തുണ്ട്. വേദനിക്കുന്ന മനസ്സുമായിരിക്കുന്നവരുണ്ട്. ഞാൻ പഠിച്ചാൽ രക്ഷപ്പെടുമോ, എൻ്റെ ജീവിതം നല്ലതാകുമോ? എവിടെയെങ്കിലും മുറിയപ്പെട്ടതായും തകരപ്പെട്ടതായും പരാജയപ്പെട്ടു എന്നൊക്കെ തോന്നിയാലും ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും തളിർക്കാൻ തുടങ്ങും. അതിനുവേണ്ടിയാണ് ഈ വചനം നിങ്ങളുടെ ചെവികളിൽ ദൈവം മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ബൈബിൾ പറയുന്നു, വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, അത് മുറിച്ചാൽ വീണ്ടും തളിർക്കും. ഹല്ലേലൂയ. എന്നാൽ ചിലരൊക്കെ ചിന്തിക്കുന്നു, എത്ര പേര് മരിച്ചിട്ടുണ്ടെന്നറിയാമോ, ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നറിയാമോ? ഇങ്ങനെ ചില പരാജയങ്ങൾ വരുമ്പോൾ
ഒറ്റ ബുദ്ധിക്ക് ഒരു കയറെടുത്തുകൊണ്ട് പോയി അപ്പുറത്തെ മരത്തെ കെട്ടി സെക്കൻഡുകൾക്കുള്ളിൽ ജീവിതം തീർക്കും. ഇല്ലെങ്കിൽ അപ്പുറത്തെ വിഷക്കടയിൽ പോയി ഒരു കുപ്പി വിഷം മേടിച്ചുകൊണ്ട് വന്ന് ആ എവിടെയെങ്കിലും ഒരു റൂം എടുത്തിട്ടോ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയിട്ടോ ആരും അറിയാത്തൊരു സ്ഥലത്തേക്ക് പോയി അത് വായിലോട്ടോ ഒഴിച്ച് അങ്ങ് മരിച്ചേക്കും. പിറ്റേ ദിവസം ആരെങ്കിലുമൊക്കെ കാണും ഒരാൾ മരിച്ചു കിടക്കുന്നു, റൂമിൽ മരിച്ചു കിടക്കുന്നു, റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നു. പലരും ജീവിതം അവസാനിച്ചു. എന്നാൽ ഇതിനേക്കാൾ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ചിലർ ദൈവത്തിൽ ശരിക്കും ആശ്രയിച്ച് അവർ വീണ്ടും എഴുന്നേറ്റ് വന്നു. ഹല്ലേലൂയ. തകരാൻ എളുപ്പമാണ്, ജീവിച്ച് തെളിയിക്കാനാ പാട്. തകർത്ത് കാണിക്കാൻ, തോറ്റ് കാണിക്കാൻ എളുപ്പമാണ്. ആ കിണറ്റിലോട്ട് ചാടിയാൽ മതി. തോറ്റ് കാണിക്കാൻ എളുപ്പമാണ്. 5 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് വേണ്ട തോറ്റ് കാണിക്കാൻ. ആ സ്പീഡിൽ വരുന്ന വണ്ടിയുടെ മുമ്പിലോട്ട് ചാടിയാൽ മതി. തോറ്റുപോയി എല്ലാവരും കുറച്ച് നേരത്തേക്ക് സങ്കടപ്പെടും, അതും ഇതൊക്കെ പറയും, പിന്നെ മറക്കും. ജീവിതത്തിൽ എന്തിനാ തോക്കാനല്ല ഈ വചനം കേൾക്കുന്നത്, ജയിച്ച് എൻ്റെ കൂടെ ദൈവാനുഗ്രഹം ഉണ്ടെന്ന് ജീവിച്ച് തെളിയിക്കണം. ജീവിച്ച് തെളിയിച്ച് പലർക്കും അതിനു മുമ്പിൽ ഒരു സാക്ഷ്യമായി ജീവിച്ചു തെളിയിക്കണം. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം നോക്കിക്കേ, അടുത്ത വാക്യം ഒന്ന് വായിക്കാമോ? അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. നോക്കൂ, വേഗത്തിൽ വായിച്ചാൽ നമുക്ക് ആ വാക്കിന്റെ അർത്ഥം ചിലപ്പോൾ മനസ്സിലാകില്ല. മുറിച്ച് ഒരു മരം പറയുകയാണ്, നിങ്ങളെന്നെ മുറിച്ചോ, നിങ്ങളെന്നെ വിമർശിച്ചോ, നിങ്ങളെന്നെ ഈ ലോകം മുഴുവനുള്ള സോഷ്യൽ മീഡിയയിലൂടെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. എന്നെ മുറിച്ച് കളഞ്ഞാലും ഞാൻ വീണ്ടും തളിർക്കും. ശാഖകൾ പുതിയത് ഉണ്ടാകാതിരിക്കില്ല, ശാഖകൾ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ടാണ് ദൈവം ഇത് പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന സങ്കടമുള്ള, സാമ്പത്തിക പ്രശ്നമുള്ള, കുടുംബ പ്രശ്നമുള്ള ഇവിടെ ഇരിക്കുന്ന ആരെയോ നോക്കിയിട്ട് പറയുകയാണ്, പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കില്ല, പുതിയ ജീവിതം ഉണ്ടാകാതിരിക്കില്ല, പുതിയൊരു ഭാവി ഉണ്ടാകാതിരിക്കില്ല, പുതിയൊരു നന്മ ലഭിക്കാതിരിക്കില്ല, പുതിയൊരു ശാഖ ഉണ്ടാകാതിരിക്കില്ല. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നത് കല്ലിനെയും മണ്ണിനെയുമല്ല, ഇന്നും ജീവിക്കുന്ന ദൈവത്തെയാണ്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാനിതൊരു ഉദാഹരണം പറയാം. ഇന്നും ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിയോഗം എഴുതിയ ഒരു പെട്ടിയുണ്ട്, ഒരു ബക്കറ്റ്, പ്ലാസ്റ്റിക് ബക്കറ്റ്. അതിനകത്ത് ഞാൻ ഒരു നിയോഗം എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുവാണ്, എനിക്ക് തോന്നി, എൻ്റെ മനസ്സിൽ പരിചയമുള്ള ഒരാൾ എഴുതിയിരിക്കുകയാണ്, എൻ്റെ മകളുടെ ആ ഡിവോഴ്സ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എത്ര പ്രശ്നമുണ്ടായിട്ടാണ് അവർ അകന്നാ നിൽക്കുന്നത്, കേസ് കോടതിയിൽ ഒക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് പെട്ടെന്നത് അതിൻ്റെ ഡിവോഴ്സ് കിട്ടണം, കോടതിയിൽ നിന്ന് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ അവർ രണ്ടുപേരും ഇന്ന് സുഖമായിട്ടാണ് ജീവിക്കുന്നത്. ഇന്നും അവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഞാൻ ആ നിയോഗം. അമ്മ എഴുതി തന്ന നിയോഗം എൻ്റെ മകളുടെ വിവാഹമോചനം എത്രയും പെട്ടെന്ന് കോടതിയിൽ കിട്ടാനിടയാകണം, ഒരു നിയോഗമാണ്. പക്ഷെ അവർ രണ്ടുപേരും പിന്നീട് ഫോൺ വിളിച്ചു, മെസ്സേജ് അയച്ചു, അവർ തമ്മിൽ ഒരു കൗൺസിലിങ്ങിന് പോയി. എന്നിട്ട് അവർ തീരുമാനം എടുക്കുകയാണ്, അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അമ്മ എഴുതിയിട്ട നിയോഗം അവർക്ക് ഡിവോഴ്സ് വേണമെന്നാണ്. പക്ഷെ അവർ തമ്മിൽ തീരുമാനിച്ചത്, പ്രശ്നങ്ങൾ ഒരു സൈഡിൽ ഉണ്ടായിരുന്നു, ജീവിക്കേണ്ടെന്ന് തീരുമാനിച്ചതാണ്, ആ മനുഷ്യനെ വെറുത്തതാണ്, ഇനി ആ മനുഷ്യനെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ പിന്നീട് മനസ്സ് തുറന്ന് സംസാരിച്ചപ്പം അവരുടെ ഇഷ്ടങ്ങൾ വീണ്ടും വന്നു, അവർക്ക് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് തോന്നി. അന്നത്തെ പ്രായത്തിൽ, അന്നത്തെ ചിന്തയിൽ അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടായി. പക്ഷെ ഇന്ന് ഒരുമിച്ച് ജീവിക്കുന്നു. അത്ഭുതമായി ഇന്നും ആ സ്ത്രീ പറയുന്നു, ഇപ്പോൾ എൻ്റെ കൊച്ചു സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. മുറിച്ചാൽ വീണ്ടും കിളിർക്കും, ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. ഹല്ലേലൂയ. അടുത്ത വാക്യം, അതിൻ്റെ വേരുകൾ മണ്ണിൻ്റെ അടിയിൽ പഴകിപ്പോയാലും. അതായത് ഈ മുറിവേറ്റ മരത്തിൻ്റെ വേര്, നമ്മൾ മരത്തിൻ്റെ വേര് കണ്ടിട്ടില്ലല്ലോ, അത് മണ്ണിൻ്റെ അടിയിലാണ്. ആ വേര് മണ്ണിൻ്റെ അടിയിൽ പഴകി പോയാലും, അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും, ഇനി അത് കിളിർക്കാൻ സാധ്യതയില്ലെന്നാ എല്ലാവരും പറയുന്നേ. അങ്ങനെയാണെ പോലും 9-ാമത്തെ വാക്യം, വെള്ളത്തിന്റെ ഗന്ധം
മണം, സ്മെല്ല് ഏറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒത്തിരി അറിവുള്ളവരുണ്ടല്ലോ ഇവിടെ. വെള്ളം അപ്പുറത്തെ പാത്രത്തിൽ വെച്ചിട്ട് വെള്ളത്തിൻ്റെ മണമേറ്റിട്ട് കിളിർത്ത ഏതെങ്കിലും ചെടി നിങ്ങളുടെ പരിചയത്തിലുണ്ടോ? അപ്പുറത്തെ കുളത്തിൽ വെള്ളമുണ്ട്, ഇപ്പുറത്തൊരു മരം വെച്ചിരിക്കുകയാണ്. ആ വെള്ളത്തിൻ്റെ മണമേറ്റിട്ട് കിളിർത്ത ഒരു ചെടിയോ ഒരു റോസയോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമോ? വെള്ളത്തിൻ്റെ മണമേറ്റിട്ട് ഒരു ചെടിയും കിളിർക്കത്തില്ല. അതിൻ്റെ ചോട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇവിടെ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ മതി, മണം കിട്ടിയാൽ മതി, ഇത് ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിച്ച് വളരുമെന്ന്. അപ്പോൾ നമ്മൾ ഈ പ്രകൃതിയിൽ കാണുന്ന മരത്തെക്കുറിച്ചോ വെള്ളത്തെക്കുറിച്ചോ മാത്രമല്ല, ഇത് ദൈവവചനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ വ്യക്തികളോടും ദൈവം പറയുന്നു, ഇപ്പോൾ കേൾക്കുന്ന വചനത്തിൻ്റെ ആ ഒരു ഗന്ധം മതി നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ. ഈ വചനത്തിൻ്റെ ചെറിയ ഒരു സ്പർശനം മതി നിന്റെ ജീവിതം മൊത്തത്തിൽ മാറി വരുവാൻ, വഴിത്തിരിവിന് കാരണമാകാൻ. അതിന് ചോട്ടിൽ ഒഴിക്കൊന്നും വേണ്ട, ഗന്ധം കിട്ടിയാൽ മതി. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ കൂടെ ഇതൊന്ന് ഒരുമിച്ച് വായിക്കാമോ? ജോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ്. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കില്ല, അതിന്റെ വേരുകൾ മണ്ണിന്റെ അടിയിൽ പഴകിപ്പോയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കും, ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇത് വീട്ടിൽ പോയി സമയമുള്ള സമയത്ത് എപ്പോഴേലും ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ, ഇത്രയും ഭാഗം. അപ്പോൾ നമ്മളിത് വായിച്ചിട്ട് തോന്നും, ദൈവം ഇത് എൻ്റെ ജീവിതത്തിനെ കുറിച്ചാണല്ലോ എഴുതി വച്ചിരിക്കുന്നതെന്ന്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ഓർക്കണം, വെള്ളത്തിൻ്റെ മണമേറ്റിട്ട് ഇന്ന് വരെ ഒരു ചെടിയും കിളുത്തിട്ടില്ല. വെള്ളം എന്ന് എഴുതിയിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഇത് കിണറ്റിലെയോ കുളത്തിലെയോ കടലിലെ വെള്ളത്തെക്കുറിച്ചല്ല, ഇത് ദൈവവചനമാകുന്ന വെള്ളത്തെക്കുറിച്ചാണ്, പരിശുദ്ധാത്മാവാകുന്ന വെള്ളത്തെക്കുറിച്ചാണ്. ഉദാഹരണം പറയാം, വ്യക്തമായിട്ട് പറയാം. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ചെടിച്ചട്ടിക്കകത്ത് കുറച്ച് ഓരോ ചെടിച്ചട്ടിയുടെ കുറേ ചെടി ഇരിപ്പുണ്ട്. ഒരാഴ്ചക്കാലം ഞാൻ മറ്റൊരു സ്ഥലത്ത് ധ്യാനത്തിന് പോയത് കൊണ്ട് വെള്ളം ഒഴിക്കാൻ മറന്നുപോയി, ആരും ഒഴിച്ചില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ആ ചെടികൾ പലതും വല്ലാതെ വാടി അതിൻ്റെ താഴ്ഭാഗത്തെ ഇല മുഴുവൻ പഴുത്ത് ചോട്ടിക്കിടപ്പുണ്ട്. ഞാൻ വിരൽ കൊണ്ട് ആ ഭാഗം ടച്ച് ചെയ്തപ്പോൾ, തൊട്ട് നോക്കിയപ്പോൾ അത് ഉറച്ചു നിൽക്കുന്നു, വെള്ളം ഒഴിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു ഉണങ്ങിപ്പോയി, ഈ ചെടിയെല്ലാം പോയല്ലോ എന്ന് വിചാരിച്ചു. ദൈവമേ, ആരും വെള്ളം ഒഴിച്ചില്ലല്ലോ എന്ന് ഓർത്തു. ഞാൻ അപ്പോൾ തന്നെ ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് ഒരു ടാപ്പിൻ്റെ ചോട്ടിൽ വെച്ച് തിരിച്ച് അതിനകത്ത് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഓരോ കപ്പല്ല 2-3 കപ്പ് വെള്ളം അതിന് ചോട്ടിക്കൂടെ ഒഴിച്ച് നന്നായിട്ട് ആവശ്യത്തിലധികം ഒഴിച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് അങ്ങ് പോയി. ഞാൻ ഈ കാര്യം മറന്നുപോയി, വേറെ എന്തൊക്കെയോ കാര്യം വന്ന് ഞാൻ എപ്പോഴോ ഒരു 2-3 മണിക്കൂർ തിരിച്ചു വരുമ്പോൾ കാണുന്നത് വാടി നിൽക്കുന്ന ചെടിയുടെ ചോട്ടിലാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. 3 മണിക്കൂറോ 4 മണിക്കൂറോ കഴിഞ്ഞ് വരുമ്പം ആ ഉള്ള ഇലയെല്ലാം നേരെ എഴുന്നേറ്റ് നല്ല ജീവനോടെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഒരു ചെടിയുടെ ചോട്ടിൽ വെള്ളം ഒഴിച്ചപ്പോൾ ഇത്രയും മാറ്റമാണ് ഞാൻ കണ്ടത്. ഞാൻ വിചാരിച്ചു ഇത് എന്നേക്കുമായി പോയെന്ന്. അത് കിളിർക്കാൻ കാരണം എന്താണ്? അതിൻ്റെ ചോട്ടിൽ കുറച്ച് വെള്ളമെത്തി, അതിൻ്റെ വേരത് വലിച്ചെടുത്തു, അത് പെട്ടെന്ന് റിഫ്ലക്റ്റായി. ഇതുപോലെ തന്നെയാണ് ഒത്തിരി വാടി പഴുത്ത് ഉണങ്ങിയതുപോലെയുള്ള ജീവിതങ്ങളുണ്ട്. ഈ കസേരയെക്കൂടെ ഇരിക്കുന്ന പലരും, എല്ലാവരും ഒന്നുമല്ല, എൻ്റെ അടുത്തിരിക്കുന്ന ആളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും നല്ല സൗഭാഗ്യത്തിലാണ്, കാരണം വലിയൊരു കാറിലല്ലേ വന്നിരിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ആകണമെന്നില്ല. നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ വിഷമം എൻ്റെ അടുത്തിരി ഈ കസേരയിലിരിക്കുന്ന ഒരാൾക്കുണ്ടാകാം. എൻ്റെ ഇപ്പുറത്തെ സൈഡിലിരിക്കുന്ന ആൾ അത്ര സൗഭാഗ്യത്തിലായിരിക്കത്തില്ല. അയാൾ തന്നെ കടിച്ചമർത്തി സഹിക്കുന്ന ഏതോ ഒരു സഹനം അയാളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന കാണും. പക്ഷെ നമ്മളുടെ മുമ്പിൽ അദ്ദേഹം വലിയ ആളായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാകാം. ഞാൻ എപ്പോഴും ചിന്തിക്കും, എൻ്റെ ഇപ്പുറത്തുള്ള ആൾക്ക് എന്നേക്കാൾ വലിയ പ്രശ്നമാണ്, ഇപ്പുറത്തുള്ള ആളോ അതിനേക്കാൾ പിന്നെയും പ്രശ്നം കുറവ് എനിക്കായിരിക്കും. ഞാൻ വിചാരിക്കുന്നു എൻ്റെ പ്രശ്നമോ വലുതെന്ന്.
കേൾക്കുമ്പോഴാണ് അറിയുന്നത് അപ്പുറത്തെ പുള്ളിക്ക് നമ്മളെക്കാൾ വലിയ വിഷയമാണ്. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ചെടിയെക്കുറിച്ചാണെങ്കിൽ ജീവിതങ്ങളും ഇതുപോലെയാണ്. കുടുംബജീവിതം പലരുടെയും ഇങ്ങനെയാണ്, സാമ്പത്തികം ഇങ്ങനെയാണ്, വാടി പഴുത്ത് ഉണങ്ങിയതുപോലെ. ചിലരതിനെ നോക്കി പറയുന്നു അത് ഉണങ്ങിപ്പോയി. ഉണങ്ങിപ്പോയിട്ടില്ല, അതിൻ്റെ ചോട്ടിൽ കുറച്ച് വെള്ളം ഒഴിക്ക്. ഏത് വെള്ളം? ടാപ്പിൽ നിന്നോ കുളത്തിൽ നിന്നോ കോരുന്ന വെള്ളമല്ല, ദൈവവചനമാകുന്ന വെള്ളം, പരിശുദ്ധാത്മാവാകുന്ന വെള്ളം അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്ക്. എവിടെയെങ്കിലും അല്ല, ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മാറ്റം ആ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. ആ ജീവിതം മാറാൻ തുടങ്ങും. പലരും അങ്ങനൊന്നും ചെയ്യാറില്ല. ദൈവവചനത്തിന് അത്രയും ശക്തിയും വിലയും പവറും ഉണ്ട്. ഹല്ലേലൂയ. ഒന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിന് അത്രയും ശക്തിയുണ്ട്. ഞാൻ വേഗത്തിൽ പറയുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ യാക്കോബ് ശ്ലീഹ എന്ന് പറയുന്ന യാക്കോബ് ശ്ലീഹയുടെ ലേഖനമുണ്ട്. അതിൻ്റെ 1-ാം അധ്യായം, ബൈബിൾ എടുക്കുന്നില്ല, 1-ാം അധ്യായം 22 മുതലുള്ള ഒരു പാരഗ്രാഫാണ്. അതിൽ യാക്കോബ് ശ്ലീഹ ദൈവവചനത്തെക്കുറിച്ച് പറയുന്നത് കണ്ണാടി പോലെയാണെന്ന് പറയുന്നുണ്ട്. ദൈവവചനം കണ്ണാടിയിൽ നോക്കുന്ന മനുഷ്യന് തുല്യനാണ്. ഒരു മനുഷ്യൻ അതേ നോക്കിയിട്ട് വെറുതെ കടന്നു പോകുന്നു, അവനൊരു ഗുണവുമില്ല. ആരാണോ ഈ കണ്ണാടിയിൽ നോക്കിയിട്ട് വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നത് അവൻ്റെ ജീവിതം മാറും എന്ന് എഴുതിയിട്ടുണ്ട്. യാക്കോബ് ശ്ലീഹ എന്തിനാണ് കണ്ണാടി എന്ന വാക്ക് അവിടെ കൊണ്ടുവന്നത് എന്ന് ഒരു വാക്കിൽ, വെറുതെ ഒരു വാക്കിൽ ഒന്ന് പറയണം, ശ്രദ്ധിക്കാമോ? നിങ്ങളുടെ വീട്ടിൽ എന്തുണ്ട്? മുഖം നോക്കുന്ന വിവിധ വിലകളുള്ള കണ്ണാടിയുണ്ട്. ആ കണ്ണാടിയുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ വസ്ത്രം കറക്റ്റാണോ, നിങ്ങളുടെ തലമുടി കറക്റ്റാണോ, നിങ്ങളുടെ മുഖം കറക്റ്റാണോ, നിങ്ങൾ കൃത്യമായി തലമുടി ചീകി കെട്ടിയിട്ടുണ്ടോ, നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ കറക്റ്റാണോ ഇട്ടിരിക്കുന്നത്? കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും. നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ആ ബട്ടൺസ് എല്ലാം ക്ലിയർ ചെയ്യും. ഒതുക്കാത്ത മുടികൾ ഒതുക്കും. വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ കാറിലോട്ട് കയറുന്നത്, പള്ളിയിൽ പോകുന്നത്, ഓഫീസിൽ പോകുന്നതെല്ലാം കണ്ണാടിയുടെ മുമ്പിൽ നിന്നാണ്. യാക്കോബ് ശ്ലീഹ പറയുന്നു ദൈവവചനവും ഒരു കണ്ണാടി പോലെയാണ്. ഇത് മുഖം കാണുന്ന കണ്ണാടിയല്ല, ഇതാണ് ജീവിതം കാണിച്ചു തരുന്ന കണ്ണാടി. എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് തിരുത്തേണ്ടത്, എന്താണ് ഞാൻ മാറ്റേണ്ടത്, എവിടെയാണ് ഞാൻ മാറേണ്ടത്, ഈ കണ്ണാടി നിങ്ങളോട് പറയും. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണം, അതല്ല പ്രധാനപ്പെട്ടത്, അത് പ്രധാനപ്പെട്ടത്. ഒപ്പം ഒരു കാര്യം ശ്രദ്ധിച്ചോ. നമ്മളുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ 25,000 രൂപയുടെ ഒരു കണ്ണാടി ഉണ്ടെന്ന് കരുതുക. നല്ല കണ്ണാടിയാണ്. പക്ഷേ ആ കണ്ണാടി ഞാൻ എടുത്ത് ഇത്രയും ഉയരത്തിൽ പിടിച്ച് ഈ ടൈൽസിലേക്ക് ഇട്ടാൽ എന്ത് സംഭവിക്കും? അത് 100 കണക്കിന് കഷ്ണങ്ങളായി പൊട്ടിച്ചെതറിപ്പോകും. അപ്പോൾ ഒരാൾ പറഞ്ഞു, സാരമില്ല, പൊട്ടിപ്പോയാലും കുഴപ്പമില്ല, അപ്പുറത്ത് നല്ല ഇനം പശ മേടിക്കാൻ കിട്ടും, അത് വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പശ മേടിച്ച് ഒട്ടിച്ചാലും ചിലപ്പോൾ ഒട്ടിയിരിക്കും, പക്ഷെ പൊട്ടിയ പാടുകൾ മാറത്തില്ല. ആ കണ്ണാടിയിൽ നോക്കിയാൽ നമ്മുടെ മുഖം, ആ ഓരോ പൊട്ടിയ കഷ്ണത്തിൽ ഓരോ മുഖങ്ങൾ കാണും. നമ്മൾ അതിനെ കൊണ്ട് കളയും, ഉപേക്ഷിക്കും. കണ്ണാടി പൊട്ടിപ്പോവും. എന്നാൽ ഈ കണ്ണാടിയുടെ പ്രത്യേകത നമ്മുടെ ജീവിതം എത്ര പൊട്ടിപ്പോയാലും ഈ കണ്ണാടിയിൽ നോക്കിയാൽ ആ ജീവിതം ശരിയാകാൻ തുടങ്ങും. അതല്ലേ ചില അച്ഛന്മാർ പറയില്ലേ, അല്ലെ ചില ആത്മീയമായി നിൽക്കുന്നവർ പറയില്ലേ, നിങ്ങൾ തമ്മിൽ കുടുംബത്തിൽ ഒത്തിരി പ്രശ്നമുണ്ടല്ലോ, നിങ്ങൾ ഒരാഴ്ച ആ സ്ഥലത്ത് പോയി ഒന്ന് പ്രാർത്ഥിക്കുക. അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി ബാഗൊക്കെ ആയിട്ട് ധ്യാനത്തിന് വരുമ്പോൾ അവർ പറയും, ചിലപ്പോൾ ഒറ്റയ്ക്ക് വരും, പറയും, എനിക്ക് കുടുംബജീവിതം മടുത്തു, ഈ മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണ്, ഈ വ്യക്തി ഇങ്ങനെയാണ്, ഞങ്ങൾ ഒത്തുപോകുമെന്ന് തോന്നുന്നില്ല എന്ന് ധ്യാനം തുടങ്ങിയ സമയത്ത് എപ്പോഴോ കണ്ടപ്പോൾ പറഞ്ഞയാൾ ഒരു 3-4 ദിവസം ഈ കണ്ണാടി തുറന്നു വച്ച് അവരുടെ ജീവിതത്തെ ഇതിലേക്ക് നോക്കിയപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞങ്ങളുടെ മനസ്സിൽ തോന്നുന്നു, ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റുമോ? എവിടെ നോക്കിയപ്പോഴാണ് അവർ ശരിയായത്? മുഖം നോക്കുന്ന കണ്ണാടിയിൽ നോക്കിയപ്പോഴല്ല. യാക്കോബ് ശ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവരുടെ ജീവിതം ശരിയാകാൻ തുടങ്ങി. തകർന്നു പോയ, പൊട്ടിപ്പോയ, പല കഷ്ണങ്ങളായി പോയ പല ജീവിതങ്ങളും ശരിയായത് ഈ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കിയ പിന്നെയാണ്. ഹല്ലേലൂയ. ആണോ അല്ലയോ? ഉദാഹരണം പറയുകയാണ്. എനിക്കറിയത്തൊന്നുമില്ല, ഈ കേരളത്തിലെ ഒരു സ്ഥലമാണ്, ഞാൻ അവിടെ പോയിട്ടില്ല, എനിക്കറിയത്തുമില്ല. പക്ഷെ ഒരു
ഒരു സഹോദരി, ആ സഹോദരിൻ്റെ വാട്സപ്പ് നമ്പർ മേടിച്ചിട്ട് മെസ്സേജ് ഇട്ടത് ദേഷ്യത്തിലാണ്. ഞാൻ പല പ്രാവശ്യം നിങ്ങളെ വിളിച്ചു, നിങ്ങളെന്നാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങളെ വിളിച്ചു, നിങ്ങൾ ഫോൺ എടുത്തില്ല. ഞങ്ങളെപ്പോലുള്ളവർ വിളിച്ചാൽ എന്താണ് ഫോൺ എടുക്കാത്തത്? അതാണ് ഫോണിൽ നോക്കിയപ്പോൾ സേവ് ചെയ്യാത്തൊരു നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയത് ആരാണാവോ. ഞാൻ അന്നേരം വിളിച്ചു, ഇപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു. അവർ ഫോൺ എടുത്തു. അവർ ആദ്യം സംസാരിച്ചത് എന്നെ ഫാദർ എന്നോ അച്ഛൻ എന്നോ അതിസംബോധന ചെയ്തിട്ടല്ല, നിങ്ങൾ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളൊരു ക്രിസ്ത്യനാണോ അതോ മറ്റേതെങ്കിലും മതത്തിലുള്ള ആളാണോ? അല്ല, ഞങ്ങൾ ക്രിസ്ത്യാനിയാണ്. എന്താണ് പേര്? ആ പേര് ഇന്നതാണ്. എന്താണ് വിഷയം? എന്താ അങ്ങനെ അർജൻറ്റായിട്ട് വിളിച്ചത്? ഞാൻ വിളിച്ചതൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറയാനാണ്? അവർ 7 വർഷം പ്രണയിച്ചാണ് വിവാഹം ചെയ്ത ആളാണ്. പാവപ്പെട്ടവനോ കൂലിവേലിക്കാരനോ ഒന്നുമല്ല. ആ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായ ഒരു വ്യക്തിയുടെ മകളാണ്. ആരെയാണ് ഇഷ്ടപ്പെട്ടത്? അതേ ഇടവകയിലുള്ള, അതേപോലെ തന്നെ സാമ്പത്തികം ഒപ്പത്തിനൊപ്പമുള്ള വേറൊരു കുടുംബത്തിലെ അവരെയാണ് ഇഷ്ടപ്പെട്ടത്. അവർ പ്രണയത്തിലാണെന്ന് 2 വീട്ടുകാർക്കും വ്യക്തമായി അറിയാമായിരുന്നു. പക്ഷെ ആ ബന്ധം ഒരിക്കലും പിരിക്കേണ്ടതായി അവർക്ക് തോന്നാത്തത് കൊണ്ട് ആർക്കും എതിരഭിപ്രായവുമില്ലായിരുന്നു. അത് ആഘോഷമായി തന്നെ നടത്തി കൊടുക്കുകയും ചെയ്തു. പക്ഷെ അവർക്ക് 4 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുകളും ഉണ്ടായിരുന്നില്ല. അവർ സന്തോഷമായിട്ട് പോവുകയായിരുന്നു. അവർ വലിയ ആളുകളൊക്കെയാണ്. പള്ളിപ്പെരുന്നാളൊക്കെ അവരാ നടത്തുന്നത്. വലിയ വലിയ സ്പോൺസറുകളും ഡൊണേഷനൊക്കെ അവരെ നടത്തിയത്. പക്ഷെ അവർ വിശ്വാസികളല്ല. ഏതർത്ഥത്തിൽ? അവരാരും പള്ളിയിലൊന്നും അധികം പോകാറില്ല. പ്രത്യേകിച്ച് ധ്യാനത്തിന് പോകാറൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. പള്ളിയിലൊക്കെ സാധാരണ പോലെ വരും. എത്ര പണം ആവശ്യമുണ്ടെങ്കിലും അവർ പള്ളിക്ക് കൊടുക്കും. അതുകൊണ്ട് തന്നെ ആരോ പള്ളിക്കോ അവർക്കോ ഒന്നും ആരോടും ഒരു പിണക്കുമില്ല. അവരെല്ലാം സന്തോഷമായിട്ടാണ് പോകുന്നത്. അവരുടെ വീട്ടിൽ വർഷങ്ങളായിട്ടും കുടുംബ പ്രാർത്ഥനയില്ല. പക്ഷേ അലങ്കരിച്ചു വെച്ച രൂപങ്ങളും പ്രാർത്ഥനാമുറിയൊക്കെ ആ വീട്ടിലുണ്ട്. പക്ഷെ അവിടെ ആരും കയറാറില്ല. അവിടെ ഒരു ബൈബിൾ ഇരിപ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർ പ്രാർത്ഥിക്കാറില്ല. ഇവർക്ക് വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നപ്പോൾ അവർ പ്രാർത്ഥനയിലേക്ക് തിരിയണമെന്നല്ല അവർ ആവശ്യപ്പെട്ടത്, ട്രീറ്റ്മെൻറ്റ് പോകണമെന്നാണ് ആ വീട്ടുകാരെല്ലാവരും പറഞ്ഞത്. അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെൻറ്റിന് പോയി. അതിൻ്റെ ഭാഗമായി ആ വ്യക്തി പ്രഗ്നൻ്റായി. അങ്ങനെ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, ഒരു ചെക്കപ്പൊക്കെ നടത്ത്. അങ്ങനെ ചെക്കപ്പിനായി അവർക്ക് തന്നെ പ്രിയപ്പെട്ട ഒരു ഹോസ്പിറ്റലിലും അവരുടെ പ്രിയപ്പെട്ട ഒരു കുടുംബ സുഹൃത്തായ ഡോക്ടറുടെ അടുത്തുമാണ് അവർ പോകുന്നത്. ആ ഡോക്ടർ അവരെ നോക്കിയിട്ട് പറഞ്ഞൊരു വാക്ക്, ഈ കുഞ്ഞിന് ബുദ്ധി വളർച്ചയില്ലാത്ത കുഞ്ഞാണ്, ഈ കുഞ്ഞ് ജനിക്കാൻ പാടില്ല, ഇത് ജനിച്ചാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് പറ്റുവാണ് ഇന്ന് തന്നെ അബോർഷൻ ചെയ്യണം. അന്നാണ് ഇവർ തമ്മിൽ വഴക്കുണ്ടായ ദിവസം. 4 വർഷത്തിന് ശേഷം അന്നാണ് അവർ വഴക്കുണ്ടായത്. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, ഞാൻ എന്തായാലും ഈ കൊച്ചിനെ കളയത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു, കളഞ്ഞേ പറ്റുള്ളൂ. ഡോക്ടർ പറഞ്ഞു, നീ കേട്ടതല്ലേ? അന്ന് അവർ ആശുപത്രി വരാന്തയിൽ വെച്ച് ഒരു ചെറിയ വഴക്കുണ്ടായി, വാഹനത്തിൽ വെച്ച് വേറെ വഴക്കുണ്ടായി, വീട്ടിൽ വന്നപ്പോൾ അതിനേക്കാൾ വലിയ വഴക്കുണ്ടായി. അങ്ങനെ പിന്നീട് മാലപ്പടക്കം പൊട്ടുന്നത് പോലെ വഴക്ക്, ഇഷ്ടംപോലെ വഴക്ക്. പിന്നീട് ആ വീട് ഏറ്റവും വലിയൊരു നരകം പോലെയായി. പരസ്പരം അവർ വെറുത്തു. 7 വർഷം സ്നേഹിച്ച് കല്യാണം കഴിച്ച അവർ ഒരു നിസ്സാര വിഷയമെന്ന് നമുക്ക് തോന്നുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഭീകര വഴക്ക്. എന്തായാലും ആ വഴക്ക് എത്രയൊക്കെ ഉണ്ടായിട്ടും ഈ വ്യക്തി ആ കൊച്ചിനെ കളഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെയാണ് പ്രസവത്തിന് ശേഷം അറിയാൻ കഴിഞ്ഞത്, ബുദ്ധി വളർച്ചയില്ലാത്ത ഒരു കുഞ്ഞിനെയാണ് ജന്മം കൊടുത്തത്. അതോടുകൂടി ആ പ്രശ്നത്തിൻ്റെ ക്ലൈമാക്സ് എത്തി. വഴക്കോട് വഴക്കായി. ആ കുഞ്ഞിനെ ആ വീട്ടുകാരും നോക്കുകയോ എടുക്കുകയോ പോലും ചെയ്യാത്ത നിലയിലായി. അങ്ങനെ മടുത്ത ഈ പെൺകുട്ടി ഒരു ദിവസം ജീവിതത്തിൽ മടുത്ത് മരിക്കാൻ തീരുമാനിക്കുന്നു. ചുമ്മാരെയും പേടിപ്പിക്കാനല്ല, പകൽ സമയത്താണ് മരിക്കാൻ തീരുമാനിച്ചത്. എന്നിട്ട് ആ വ്യക്തി അതിന് കരുതിക്കൂട്ടി മരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു. ഒരു പകൽ സമയത്ത്, ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത്, തൻ്റെ ബുദ്ധി വളർച്ചയില്ലാത്ത കൊച്ചിന് പാലിൽ വിഷം കലർത്തി കൊടുത്ത് കൊല്ലുക, അതിനുശേഷം ആത്മഹത്യ ചെയ്യുക എന്നാണ് ആ വ്യക്തി തീരുമാനിച്ച് അവരുടെ കല്യാണ ദിവസം ലഭിച്ച ചൂരിദാറിൻ്റെ ഒരു ഷോള് അവരുടെ അലമാരിക്ക് അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സെലക്ട് ചെയ്തെടുത്ത് ഫാനിൽ കെട്ടി തൂക്കി. എന്നിട്ട് ആ കഴുത്ത ഒരു കുടുക്കിലിടാൻ തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു മിനിറ്റുകൾക്ക് മുമ്പ്, ആ വ്യക്തിയുടെ പ്ലാൻ ഇങ്ങനെയായിരുന്നു: കൊച്ചിന് പാലിൽ വിഷം കലർത്തി കൊച്ചിനെ കൊല്ലുക, കൊച്ചു മരിച്ചു എന്നറിയുമ്പോൾ കെട്ടിത്തൂങ്ങി മരിക്കുക. ഇതാണ് അവർ പ്ലാൻ ചെയ്തത്, അക്ഷരാർത്ഥത്തിൽ മരിക്കാൻ തന്നെ. അപ്പോൾ ഈ വ്യക്തി പെട്ടെന്നൊരു തോന്നുവാണ്,
ഫോൺ എടുത്ത് എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കണം ലാസ്റ്റ്. അങ്ങനെയാണ് ഈ വ്യക്തി പെട്ടെന്ന് ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്തപ്പോൾ നമ്പർ ലോക്കുള്ള ഫോണാണ്. ആ നമ്പർ ലോക്ക് തുറന്ന് ഫോൺ എടുത്തപ്പോൾ അവർക്ക് ലഭിക്കുന്നത് യൂട്യൂബിലെ അവർ സ്ക്രീനിൽ കാണുന്നത് എൻ്റെ ഒരു പ്രസംഗമാണ് യാദൃശ്ചികമായി കാണുന്നത്. ഞാൻ ആരാണെന്നോ അവരൊരിക്കലും അവരുടെ ഫോണിൽ വചനപ്രഘോഷണം കേൾക്കാറില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ ആ വ്യക്തി പറഞ്ഞു, എൻ്റെ വെപ്രാളത്തിന് അതിലൊരു കൈവിരൽ തൊട്ടതായിരിക്കാം, അവിടെ ഒരു വചനം ആ മുറിയിൽ മുഴങ്ങി. ഏത് മരിക്കാൻ വേണ്ടി ഫാനൽ ഷോള് കെട്ടി കഴുത്തേൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന കൊച്ച്, ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് ഭർത്താവിന് വോയിസ് മെസ്സേജ് എടുക്കാൻ വേണ്ടി വാട്സപ്പ് എടുത്തതാണ്. വാട്സപ്പ് എടുത്ത് വോയിസ് മെസ്സേജ് ഇടാൻ തീരുമാനിച്ചത് പോലും ഇങ്ങനെയാണ്: ഞാൻ മരിക്കുകയാണ്, ഞാനും എൻ്റെ കുഞ്ഞും മരിക്കുകയാണ്. 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചേക്കണം. എന്നെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് ഒത്തിരി ദുഃഖം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയൊരു വീടാണ്, നിങ്ങൾക്ക് നല്ല സൗന്ദര്യമുണ്ട്, നിങ്ങൾക്ക് എന്നേക്കാൾ മിടുക്കിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ കഴിയും. ആ വ്യക്തിയിലൂടെ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം തരും. അതുകൊണ്ട് ഇതാ പറയാൻ വേണ്ടി മെസ്സേജ് എടുത്ത്. പക്ഷേ അവൾ കേട്ടത്, ആ മുറിയിൽ കേട്ടത് ഒരു വചനമാണ്. 37 മിനിറ്റോളമുള്ളൊരു വചനമാണെന്നാണ് അവർ പറഞ്ഞത്. അതേതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അവരൊരു വചനം പറഞ്ഞു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിലെ വചനമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, കഴുകന്മാരെ പോലെ അവർ ചിറകടിച്ചുയരുമെന്ന വചനമാണ് കേട്ടത്. എന്നിട്ട് ആ വ്യക്തി ചെയ്തത്, പാലിൽ കലർത്തിയ വിഷം ക്ലോസറ്റിൽ കൊണ്ടുപോയി ഒഴിച്ച് ഫ്ലഷ് അടിച്ച് കളഞ്ഞു. അതിനുശേഷം ആ ചൂരിദാറിന് ഷോള് എടുത്ത് മടക്കി അലമാരി വെച്ചു. എന്നോട് പറഞ്ഞത്, ഫാദർ, നിങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞ ആ വചനമാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ കാരണം. ഏത് കണ്ണാടി നോക്കിയപ്പോഴാ മരിക്കാൻ തീരുമാനിച്ചയാൾ ഇന്ന് ജീവിതത്തിൽ പ്രത്യാശയോടെ വന്നത്? കാതിൽ കേട്ട ദൈവവചനത്തിൻ്റെ ശക്തി, അല്ലെങ്കിൽ ആ വ്യക്തി ദൈവവചനമാകുന്ന കണ്ണാടിയിൽ ഒന്ന് നോക്കാൻ ഇടവന്നതാ. അത് വീണ്ടും പ്രതീക്ഷയോടെ കയറി വരാൻ കാരണം. പിന്നീട് അത്ഭുതങ്ങൾ നടന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിൽ മാറ്റങ്ങളുണ്ടായി. സത്യസന്ധമായി പറഞ്ഞാൽ അവർ തമ്മിൽ മിണ്ടാൻ തുടങ്ങി. ആ മനുഷ്യൻ ആ കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങി. എന്താ ഈ വ്യക്തിക്ക് ഇത്രയും രൂപമാറ്റം ഉണ്ടായതെന്നും ഇന്നും ആ വ്യക്തിക്ക് അറിയത്തില്ല. പക്ഷേ ഭയങ്കര മാറ്റമുണ്ടായി. എന്നതാ എങ്ങനെ വന്നു എന്നറിയില്ല. അവർ ഇന്ന് വരെ മുടങ്ങാതെ അവർ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ നിന്ന് പോലും രക്ഷിക്കാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ഒന്ന് കരങ്ങൾ ഉയർത്തി ഉറക്കെയൊന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സത്യമാണ്. ഒരു മരം പോലും വീണ്ടും കിളിർക്കുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരും വിഷമിച്ച് തളർന്നിരിക്കരുത്. മക്കൾ അങ്ങനെയാണ്, ജീവിതം ഇങ്ങനെയാണ്, കുടുംബം ഇങ്ങനെയാണ്, ആ വ്യക്തി ഇങ്ങനെയാണ്. അതൊക്കെ മാറി വരും. ദൈവവചനമായി ഇപ്പോൾ നിങ്ങളുടെ ചെവികളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഒരു വചനം കൂടി വേഗത്തിൽ ശ്രദ്ധിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 സാമുവേലിൻ്റെ പുസ്തകമാണ്. അതിൽ 30-ാമത്തെ അധ്യായമാണ്. ഇത് ശരിക്കും മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. അതിനുശേഷം നമ്മൾ ദൈവത്തെ ആരാധിക്കും. ഇങ്ങനെയാണ് ഒരു ടൈം ടേബിൾ ആയിട്ടുള്ളത്. 1 സാമുവേലിൻ്റെ പുസ്തകത്തിൻ്റെ ഹെഡിങ് അമലേക്യരുമായി എന്താണ്? യുദ്ധം. ഒരു യുദ്ധത്തെക്കുറിച്ചാണ്. നമ്മൾ ഇഷ്ടംപോലെ കേൾക്കുന്ന ഒരു വാക്കാണിന്ന്. ഇസ്രായേൽ ഹമാസ് യുദ്ധം, ഇറാൻ പാകിസ്ഥാൻ യുദ്ധം, ആ യുദ്ധം, ഈ യുദ്ധം, യുക്രൈൻ യുദ്ധം, ഇഷ്ടംപോലെ യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു. അതുപോലത്തെ ഒരു യുദ്ധം. ഈ യുദ്ധത്തിലുണ്ടല്ലോ തകർന്ന് തരിപ്പണമായി പോയ ഒരാളാണ് ദാവീദ്. അത് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ഇത് ഞാൻ സംസാരിക്കുന്നത് ആരോടോ അല്ല, ഈ കേൾക്കുന്ന നിങ്ങളോടാണ്. ഇത് ആർക്കോ വേണ്ടിയല്ല, ഇത് നിന്നോട് ദൈവം സംസാരിക്കുന്നതാണ്. അങ്ങനെ ഇത് വായിക്കാൻ പോവുകയാണ്. 30-ാം അധ്യായം 1-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ദാവീദും അനുയായികളും 3-ാം ദിവസം സിക്ലാഗിലെത്തിയപ്പോഴേക്കും അമലേക്യർ നെഗേബും സിക്ലാഗും ആക്രമിച്ചു കഴിഞ്ഞിരുന്നു. ദാവീദും കുറേ ആൾക്കാരും ഒരുമിച്ചുള്ളപ്പോൾ കേൾക്കുന്ന വാർത്ത, ശത്രുക്കളുടെ പ്രതീക്ഷിക്കാത്ത സമയത്തൊരു ഒരു അപകടകരമായ ഒരു എൻട്രി സംഭവിക്കുന്നു.
രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സ്ത്രീകളെയും പ്രായഭേദമന്യേ മറ്റുള്ളവരെയും തടവുകാരായി പിടിച്ചുകൊണ്ടുപോയി. കേൾക്കണം, ദാവീദും അനുയായികളും അവിടെ ഇല്ല. ശത്രുക്കൾ വന്നേച്ച് ഇവിടെ പ്രായഭേദമന്യേ സകലരെയും പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് ആരെയും കൊന്നില്ല, പിടിച്ചുകൊണ്ടുപോയി, ആരെയും കൊന്നില്ല. മൂന്നാമത്തെ വാക്യം, ദാവീദും അനുയായികളും നഗരത്തിലെത്തിയപ്പോൾ, ദാവീദും കൂടെയുള്ളവരും ഇതൊന്നും അറിയാതെ നഗരത്തിലെത്തുമ്പോൾ, അത് അഗ്നിക്കിരയായതും തങ്ങളുടെ ഭാര്യമാരെയും പുത്രിമാരെയും അടിമകളായി പിടിച്ചുകൊണ്ട് പോയതും കണ്ടു. ശ്രദ്ധിച്ചോ, എല്ലാം നഷ്ടപ്പെട്ട് തീയിട്ടിട്ട് പോയി. ശത്രുക്കൾ ദാവീദിനെ, അവൻ്റെ ആളുകളെ എല്ലാം പോയപ്പം പിടിച്ചോണ്ട് പോകുക മാത്രമല്ല, തീയും കൂടി ഇട്ടിട്ട് പോയി. മൊത്തം കത്തിക്കരിഞ്ഞ് ചാമ്പലായി, ചാരമായി. തീയിട്ടതിൻ്റെ ഉദ്ദേശം എന്നാ? ഇവൻ ഇനി ഒരു കാലത്തും ഉയർത്തെഴുന്നേറ്റ് വരരുത്, ഇനി ഇവൻ ഇതുപോലെ ഷൈൻ ചെയ്യരുത്, ഇനി ഇതുപോലെ ഇവൻ കയറി വരാൻ പാടില്ല എന്ന അർത്ഥത്തിലാണ് തീയിട്ടത്. എല്ലാം കത്തിപ്പോയി. ദാവീദ് കാണുന്നത് കത്തിക്കരിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. മുഴുവൻ കത്തിക്കരിഞ്ഞു പോയി. നിങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുമ്പം കത്തിക്കരിഞ്ഞ പോലൊക്കെ തോന്നാറുണ്ടോ? അയ്യോ, എല്ലാ പ്രതീക്ഷയും പോയി, കത്തിക്കരിഞ്ഞു പോയി. സാമ്പത്തികം, ആരോഗ്യം, മക്കൾ, ജീവിത പങ്കാളി എല്ലാം നോക്കുമ്പം, ചില സമയത്ത് നമ്മൾക്ക് നോക്കുമ്പം ഇനി പ്രതീക്ഷയ്ക്ക് ഒരു സാധ്യതയുമില്ലാത്ത വിധത്തിൽ കത്തിക്കരിഞ്ഞു പോയി. ചിലരുടെ കുടുംബജീവിതം അങ്ങനെ, ചിലരുടെ ഭാവി അങ്ങനെ, ചിലരുടെ വിദ്യാഭ്യാസം അങ്ങനെ, ചിലരുടെ ആരോഗ്യം അങ്ങനെ. ഇനി ഒരു പ്രതീക്ഷയ്ക്കും സാധ്യതയില്ല. ഇതേപോലത്തെ ഒരു സാഹചര്യം ആർക്കുണ്ടായി? ദാവീദിനുണ്ടായി. ഇതെല്ലാം കണ്ടപ്പോൾ ദാവീദ് കുഞ്ഞുതായിട്ട് വിഷമിച്ചു എന്നല്ല, അടുത്ത വാക്യം ശ്രദ്ധിച്ചു കേട്ടോ. ദാവീദും അനുയായികളും ശക്തി കെടുന്നതുവരെ കരഞ്ഞു. അയ്യോ, ഒരു പ്രത്യേക രീതി കരഞ്ഞു. ദാവീദും കൂടെയുള്ളവരും ഇത് ഭാര്യമാരെയും മക്കളെയും കൊണ്ടുപോയി എന്ന് മാത്രമല്ല, അവർ തീയും കൂടെ ഇട്ട് കത്തിച്ചിട്ടാ പോയത്. ഇതെല്ലാം കണ്ട് ഈ നഷ്ടത്തെ ഓർത്തിട്ട് എങ്ങനെ കരഞ്ഞു? ശക്തി കെടുന്നതുവരെ കരഞ്ഞു. ചുമ്മാ കരഞ്ഞു എന്നല്ല, കരഞ്ഞ് തളർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ചില ശവോടക്കിനാണ് നമ്മളത് കണ്ടിട്ടുള്ളത്. ചില പ്രിയപ്പെട്ട ആളുകൾ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ശവസംസ്കാരത്തിൽ അവരുടെ പ്രിയപ്പെട്ടവർ കരഞ്ഞ് തളർന്നു വീഴുന്നത് കണ്ടിട്ടുണ്ടാകാം നമ്മൾ. അപ്രതീക്ഷിത മരണങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ആർക്കെങ്കിലും സംഭവിക്കുമ്പോൾ, അപകടങ്ങളോ ദുർമരണങ്ങളോ ഒക്കെ വരുമ്പോൾ, ആ വീട്ടിലെ ഏറ്റവും സ്നേഹിക്കുന്നവർ കരഞ്ഞ് തളർന്നു വീഴും. ചിലരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ചിലരെ വളരെ പ്രത്യേകമായിട്ട് വെള്ളമൊക്കെ മുഖത്ത് തളിക്കും. അത് കരഞ്ഞു തളർന്നു. ദാവീദ് ഈ നഷ്ടത്തിൽ ചെറുതായിട്ടൊന്ന് കരഞ്ഞു പോയത് പോട്ടെ എന്നല്ല, കരഞ്ഞ് തളർന്നു. അങ്ങനെയുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആരും കൈവക്കാനൊന്നുമല്ല ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ അടുത്തത് നിങ്ങളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. എന്തെങ്കിലും ഒരു കാര്യത്തെ ഓർത്ത് നിങ്ങൾ കരഞ്ഞ് തളർന്നോ? നിങ്ങളുടെ ജീവിത പങ്കാളി ഓർത്ത് നിങ്ങൾ കരഞ്ഞ് തളർന്നോ? നിങ്ങളുടെ മക്കളുടെ ഇപ്പോഴത്തെ പോക്ക്, ഇപ്പോഴത്തെ കൂട്ടുകെട്ട്, ഇപ്പോഴത്തെ ബന്ധം, ഇതെല്ലാം ഓർത്ത് നിങ്ങൾ കരഞ്ഞു തളർന്നോ? ദാവീദ് ഇത്രയും വലിയ നഷ്ടം ഉണ്ടായപ്പോൾ ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നില്ല എന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ ദാവീദ് തൻ്റെ കൈകൊണ്ട് എന്നെ ഇനി ഞാനങ്ങ് മരിച്ചേക്കുവാന്ന് പറഞ്ഞ് ചങ്കിന് ഇടിക്കുന്ന ദാവീദിനെ നമ്മൾ കാണുന്നില്ല. ഇത്രയും വിഷമം ഉണ്ടായപ്പോൾ ദാവീദ് എന്തു ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്തത് ഇത് എന്തു ചെയ്തു എന്ന് പറയുന്നതിന് മുമ്പ്, ഇപ്പോൾ ദാവീദിൻ്റെ കൂടെ ആരൊക്കെയുണ്ട്? ദാവീദും അനുയായികളുണ്ട്, കുറച്ച് പേര് കൂടെ ഉണ്ട്. അവരും കൂടെ എതിരായി. അത് അടുത്ത വാക്യം. ദാവീദും, അഞ്ചാമത്തെ വാക്യം, ദാവീദിന്റെ ഭാര്യയായ ജസ്രേൽക്കാരി അഹിനോവാനും നാബാന്റെ വിധവ കാർമലിൽ നിന്നുള്ള അബിഗായിലും തടവുകാരായി പിടിക്കപ്പെട്ടു. ആറാമത്തെ വാക്യം, ദാവീദ് അത്യധികം ദുഃഖിതനായി. എല്ലാം നഷ്ടപ്പെട്ടു പോയ ദാവീദ് ദുഃഖം കൊണ്ട് ഭയങ്കര ഒരു വിഷമത്തിലായി. അടുത്ത വാക്യം കേൾക്കണേ. തങ്ങളുടെ പുത്രിപുത്രന്മാരെ ഓർത്ത് കടുത്ത അമർഷം
അമർഷം ഉണ്ടായത് കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ഇപ്പോൾ ദാവീദിന്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ ഭാര്യയും മക്കളും ഒക്കെ നഷ്ടപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഈ ദാവീദിനെ കല്ലെറിഞ്ഞ് കൊല്ലാന്ന് പറഞ്ഞു. കൂടെ നിന്നവരിപ്പോൾ എതിരായി. ദാവീദ് ഭാര്യ പോയി, മക്കള് പോയി, പോരാത്തതിന് സമ്പത്ത് മുഴുവൻ പിടിച്ചോണ്ട് പോവല്ല, തീ ഇട്ടിട്ട് കത്തിച്ചു കളഞ്ഞു മൊത്തം. അപ്പോൾ ദാവീദിന്റെ കൂടെ കുറച്ച് അനുയായികളുണ്ട്. ഉടനെ ഇത്രയും നേരം അനുയായികൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ദാവീദിന്റെ കൂടെയായിരുന്നു എന്നാ വിചാരിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, ഈ ദാവീദിനെ ഇത്രയും നഷ്ടം ഉണ്ടാക്കി ഇവനെ കല്ലെറിഞ്ഞങ്ങോട്ട് കൊല്ലാൻ പറഞ്ഞു. കൂടെ നിന്നവരും എതിരായി. നമ്മുടെ കൂടെയും ഒരു കാലത്ത് ഭയങ്കര സംഭവമാണ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നീ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ പലരും നമുക്കെതിരായിട്ടില്ലേ? കൂടെ നിൽക്കുന്നവരെ ഒന്നും അധികം വിശ്വസിക്കരുത്. ചിലപ്പോൾ അവർ നമുക്കെതിരാകാം. അവർ നമ്മളെ എറിയാൻ കല്ലെടുക്കും. ചിലപ്പോൾ അവർ നമ്മളെക്കുറിച്ച് എല്ലാ വചനങ്ങൾ പറയും. ആരെയും, ദൈവത്തെ അല്ലാതെ ഒരാളെയും അധികമായി വിശ്വസിക്കരുത്. അധികമായി ആരോടും തുറന്നു പറയരുത്. ഒരാളോടും അധികമായി മനസ്സ് തുറന്ന് സംസാരിക്കരുത്. എല്ലാവരോടും സത്യം പറയരുത്. എല്ലാവരോടും മനസ്സ് തുറന്ന് പറയരുത്. എല്ലാവരെയും വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കരുത്. എല്ലാവരോടും എല്ലാം പറയരുത്. എല്ലാവരോടും കൂട്ടുകൂടരുത്. എല്ലാവരോടും ബന്ധം പാടില്ല. അത് പിന്നീട്, ഇപ്പൊ കുഴപ്പമില്ല, പിന്നീട് ചിലപ്പോൾ നമുക്കവർ എതിരാകാം. ഇപ്പോൾ ദാവീദിന്റെ കൂടെയുള്ളവരൊക്കെ എതിരായി. ഇത്രയും വലിയ പ്രശ്നമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സമ്പത്ത് പോയി, ഭാര്യ പോയി, മക്കള് പോയി, കൂടെയുള്ളവർ എതിരുമായി. ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അത്രയും പ്രശ്നമുള്ള ആരും ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടാകില്ലായിരിക്കാം. ചിലപ്പോൾ അതിനേക്കാൾ വിഷയമുള്ളവരായി ഞാനെന്ന് ചിന്തിക്കുന്നവരും കാണുമായിരിക്കാം. നിങ്ങളുടെ വിഷയം എന്തു വലുതായിക്കൊള്ളട്ടെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന അടുത്ത വാക്യം കേട്ടുകൊള്ളണം. എന്നാൽ അവൻ തൻ്റെ ദൈവമായ കർത്താവിൽ ശരണം വച്ചു. ഇത്രയും പ്രശ്നമുള്ളപ്പോഴോ നമ്മളാണെ പറയില്ലേ, ഇതിൻ്റെ 4-1 പ്രശ്നം വന്നപ്പോഴേ നമ്മൾ ഈ പള്ളിയുടെ വഴി കൂടെ പോയാൽ ഇതിനെ ഏറാതായി. നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ പല പ്രശ്നങ്ങൾ കണ്ടിട്ട് ഇനി എനിക്ക് പള്ളി വേണ്ട, പ്രാർത്ഥന വേണ്ട, ബൈബിൾ വാചന ഇല്ല, ദൈവാരാധന ഞാൻ നിർത്തി, എന്നെ ഇനി ഉപദേശിച്ചേക്കരുത്, എന്നോട് ഇനി അങ്ങനത്തെ വർത്താനം പറഞ്ഞ് വന്നേക്കരുത്, എന്നോട് ഉപദേശം വേണ്ടെന്നൊക്കെ പറഞ്ഞു. ഇത്രയും പ്രശ്നമുണ്ടായപ്പോഴും എഴുതിയിരിക്കുന്നൊരു വാക്ക്, എന്നാൽ കൂടെ നിന്നവരെതിരായി, സമ്പത്ത് നഷ്ടപ്പെട്ടു, ഭാര്യ മക്കൾ സകലതും നഷ്ടപ്പെട്ട് മുമ്പിൽ കത്തിക്കരിഞ്ഞു നിൽക്കുന്ന ചാരം മാത്രം ഉള്ളപ്പോഴും ദാവീദ് തൻ്റെ ദൈവമായ കർത്താവിൽ ശരണം വച്ചു. അത്രയും ചെയ്താൽ മതി, ഏത് നഷ്ടവും മാറും. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. ദാവീദിനെ കണ്ടുപഠിക്കണം, ഞാനും കണ്ടുപഠിക്കണം, നമ്മൾ ആരൊക്കെയോ കണ്ടുപഠിക്കണം. ദാവീദ് ഇത്രയും പ്രതിസന്ധി വന്നപ്പോൾ, ഇത്രയും പ്രയാസം വന്നപ്പോൾ എഴുതിയിരിക്കുന്നു, തൻ്റെ ദൈവമായ കർത്താവിൽ ശരണം വച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല, എനിക്ക് ഈ പ്രാർത്ഥന, പാട്ട്, കൂത്ത്, ധ്യാനം, കയ്യടി ഇതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല, എൻ്റെ വീട്ടുകാരൊക്കെ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ വന്നതാണ്. നിങ്ങൾ ആരുമാകട്ടെ, ഇതേ ഒരു മനുഷ്യൻ സകല നഷ്ടങ്ങളുണ്ടായപ്പോൾ ദൈവമായ കർത്താവിൽ ശരണം വച്ചു, ആശ്രയിച്ചു എന്ന്. ഇത് ടേണിംഗ് പോയിന്റാണ്. ആശ്രയിച്ചു. അടുത്ത വാക്യം, ദാവീദ് അഹിമേലെക്കിന്റെ മകനും പുരോഹിതനുമായ അബിയാഥാറിനോട് പറഞ്ഞു, ഏഫാദ് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അന്നേരെ പുള്ളി വിളിച്ചത് ആരെയാ നോക്കിക്കേ, ആരെയാ വിളിച്ചത്, കോണ്ടാക്ട് ചെയ്തത്? പ്രാർത്ഥിക്കുന്ന ഒരു പുരോഹിതനെ അന്നേരെ പുള്ളി വിളിച്ചു. പുരോഹിതൻ എന്ന് പറഞ്ഞത് ദാവീദ് അഹിമേലെക്കിന്റെ മകനും പുരോഹിതനുമായ അബിയാഥാറിനോട് പറഞ്ഞു. അപ്പോഴിത്രയും നഷ്ടം വന്നപ്പോൾ ആദ്യം കൂടെ നിർത്തിയത് ആരെയാ? പ്രാർത്ഥനയുള്ള ഒരു പുരോഹിതനെയാണ്. എന്നിട്ട് ആ പുരോഹിതനോട് പറഞ്ഞു, ഏഫാദ് അല്ലെ, ഏഫോദ് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എന്താണ് ഏഫോദ്? പ്രാർത്ഥനാ സമയത്ത് പുരോഹിതൻ ധരിക്കുന്ന വസ്ത്രമാണ് ഏഫോദ്. പല അർത്ഥങ്ങളുണ്ട്, അതിനൊരർത്ഥം അതാണ്. പ്രാർത്ഥിക്കാനായി, നമ്മളറിയില്ല, കുർബാനയ്ക്ക് വരുന്ന, കുർബാന ചൊല്ലുന്ന വൈദികൻ ഒരു കുപ്പായം, ഒരു കാപ്പ ധരിക്കും. അതെപ്പോഴും ധരിക്കാറില്ല. ആ ഒരു പ്രത്യേക പ്രാർത്ഥന, ആ ഒരു കൂദാശ പരികർമ്മം ചെയ്യുമ്പോഴാണ് അത് ധരിക്കുക. അപ്പോൾ ദാവീദ് പറഞ്ഞ പുരോഹിതനോട്, പ്രാർത്ഥനാ സമയത്ത് ധരിക്കുന്ന ഏഫോദ് വേഗം കൊണ്ടുവാ. ഇത്രയും നഷ്ടം വരുമ്പോൾ പ്രാർത്ഥനയാണോ? ഇയാൾക്കെന്നെ തലയ്ക്ക് സുഖമില്ലേ?
ഇയാളെന്താ വട്ട് പറയുവാണോ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത്രയും നഷ്ടം വരുന്നത്, ഭാര്യ പോയി, മക്കള് പോയി, കൂടെയുള്ളവരെതിരായി, ഒരാശ്രയിക്കാൻ ഒരു വഴിയില്ലാതിരുന്ന് തകർന്ന് ഇനി എന്നാ ചെയ്യണോന്നറിയാതെ പകച്ചു നിന്നപ്പം ഞാൻ പോയി ചത്തേക്കുവാന്നല്ല പറഞ്ഞത്, ഞാൻ ഇനി പോയി ആത്മഹത്യ ചെയ്യുവാന്നല്ല പറഞ്ഞത്. ദാവീദ് തൻ്റെ ദൈവമായ കർത്താവിൽ ശരണം വെച്ചു. അന്നേരെ ഒരു പുരോഹിതനെ വിളിച്ചു പറഞ്ഞു, ഏഫോദ് എൻ്റെ അടുത്ത് കൊണ്ട്, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് ദൈവത്തിൽ കുറച്ചുകൂടെ ആഴമായി പ്രാർത്ഥിക്കണം. നഷ്ടത്തിൽ പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം, ഭാര്യ എതിരാകാം, മക്കളെതിരാകാം, ഭർത്താവ് എതിരാകും. ഈ സമയത്ത് നിങ്ങൾ ദൈവത്തെയാണ് കൂട്ടുപിടിച്ചതെങ്കിൽ, ദൈവത്തിലാണ് നിങ്ങൾ ആശ്രയിക്കാൻ തുടങ്ങുന്നതെങ്കിൽ, ദൈവത്തിലാണ് ശരണം വെച്ചതെങ്കിൽ, നിങ്ങളുടെ ജീവിതം ഈ പ്രതിസന്ധിയിൽ തളർന്നോ തകർന്നോ പോകുകയില്ല. ഒരു മരം മുറിച്ചാൽ അത് വീണ്ടും തളിർക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതം വളരാൻ തുടങ്ങിയിരിക്കും. എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും, എന്നാ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ ബോധ്യമാണ് എന്നെ ഇവിടെ നിർത്തിയത്. ഈ ബോധ്യമാണ് എനിക്കിപ്പോൾ ഈ ധൈര്യം പോലും തരുന്നത്. നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ ധൈര്യം. എന്തൊക്കെ സംഭവിച്ചാലും വീണ്ടും ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് എനിക്ക് വളരാൻ പറ്റും. എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ലെന്നുള്ള ധൈര്യമാണ് ഇപ്പോൾ എൻ്റെ ധൈര്യം, എൻ്റെ ബലം എല്ലാം. അല്ലാതെ നിങ്ങളിവിടെ ഇരിക്കുന്നത് കൊണ്ടോ, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതോ, നിങ്ങൾ എന്നെ ചിരിച്ചതോ, അതൊക്കെ എനിക്ക് സന്തോഷമാണ്. പക്ഷെ അതല്ല എൻ്റെ ധൈര്യം. നാളെ എനിക്കൊരു വിഷയം വന്നാൽ നിങ്ങൾ എനിക്കെതിരാകും. നാളെ എനിക്കൊരു പ്രതിസന്ധി വന്നാൽ നിങ്ങൾ എറിയാൻ കല്ലുകളെടുക്കും. നിങ്ങൾ എന്നെക്കുറിച്ച് മുഴുവൻ തരത്തിൽ, ഏതൊക്കെ തരത്തിൽ വേദനിപ്പിക്കാമോ അതൊക്കെ ചെയ്തു എന്ന് വരാം. എനിക്കൊരു വിഷയം വരുമ്പോൾ, പക്ഷെ എനിക്കറിയാം, എനിക്കൊരു വിഷയം വന്നാലും, എനിക്കൊരു പ്രതിസന്ധി വന്നാലും, നിങ്ങൾ മുഴുവൻ, ഈ ലോകം മുഴുവൻ എതിരായാലും ദൈവം എൻ്റെ കൂടെ നിൽക്കും, എന്നെ സഹായിക്കുമെന്ന ഉറപ്പാണ് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ധൈര്യം. അതാണ് എൻ്റെ ധൈര്യം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതല്ല എൻ്റെ ധൈര്യം. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ധൈര്യം. കൂടെ നിൽക്കുന്ന മനുഷ്യൻ നല്ല കാലത്ത് കൂടെ നിൽക്കും. ഒരു കുറവ് വരുമ്പോൾ ഇട്ടേച്ച് പോകും. ചിലപ്പോൾ ചീത്ത പറയും, ചിലപ്പോൾ കണ്ടമാനം വിമർശിച്ച് കളഞ്ഞേക്കും. നമ്മളങ്ങനെ എത്രയോ കാര്യങ്ങൾ കണ്ടു. പക്ഷെ ദൈവം അങ്ങനെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ദാവീദ് പുരോഹിതനോട് പറഞ്ഞു, നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ, വേദന വരുമ്പോൾ അത് അകത്ത് കടിച്ച് പിടിച്ച് കഷായം പോലെ ഇറക്കരുത്. പ്രാർത്ഥിക്കുന്ന ആ പുരോഹിതനെ വിളിച്ച് പറയണം. ദാവീദ് അങ്ങനെ ചെയ്തു. അന്നേരെ പ്രാർത്ഥിക്കുന്ന പുരോഹിതനോട് പറഞ്ഞു, ഏഫോദ് കൊണ്ടുവരും, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. അടുത്ത വാക്യം, 8-ാമത്തെ വാക്യം. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു. ദാവീദ് ആരോട് ആരാഞ്ഞു? നാട്ടിൽ പോയി പഞ്ചായത്ത് മെമ്പർ, പ്രസിഡന്റ്, അല്ലെങ്കിൽ അവിടുത്തെ പ്രമാണിമാർ, രാഷ്ട്രീയ സ്വാധീനമുള്ളവർ, പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരുടെ അടുത്തല്ല എന്നാ പരിഹാരം എന്ന് ചോദിച്ചത്. ദാവീദ് ആ പ്രാർത്ഥനാ സാഹചര്യത്തിലിരുന്ന് ദൈവത്തോട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ആരുടെ സഹായം വേണ്ട കേട്ടോ. എനിക്ക് ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഈ ഒരു മനസ്സു മതി. ദാവീദ് ചോദിച്ചു, ദൈവമേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അടുത്തത്, ഞാൻ കവർച്ചക്കാരെ പിന്തുടരണമോ? എൻ്റെ എല്ലാം നഷ്ടപ്പെടുത്തിയ ആൾക്കാരുടെ പുറകെ ഞാൻ പോണോ എന്ന് ദൈവത്തോട് ചോദിച്ചു. ഞാൻ അവരെ പിടികൂടണോ എന്ന് ആരോട് ചോദിച്ചു? ദൈവത്തോട്. എങ്ങനെ ചോദിച്ചു? പ്രാർത്ഥനയിൽ ചോദിച്ചു. ദാവീദ് എന്ന് പറയുന്നത് അത്രയും പൊസിഷനിലിരിക്കുന്ന മനുഷ്യൻ പോലും പ്രതിസന്ധി വന്നപ്പോൾ എടുത്ത നിലപാട് ദൈവത്തോട് ചേർന്നുള്ളതാ. നാട്ടുകാരോട് ചേർന്നും അവര് പറഞ്ഞത് ഇവര് പറഞ്ഞ ആശയം അനുസരിച്ചല്ല, ദൈവത്തോട് ചേർന്ന്. ഒന്ന് പറഞ്ഞു ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഇത്രയും പറഞ്ഞത് വെച്ചൊന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനത്തിന്റെ ഭാഗമായി നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ ഈ 4 ദിവസം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ക്ലാസ് എടുത്തിട്ടില്ല. ചിലർ പറയും, അച്ഛൻ ധ്യാനിപ്പിക്കാൻ വന്നിട്ട് കുടുംബ ജീവിതത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല, ഞങ്ങളുടെ മക്കളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഈ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ദൈവത്തിൽ ശരണം വെച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും ദൈവം ക്രമപ്പെടുത്തും. ദൈവത്തിന്റെ ശക്തി എല്ലാ മേഖലയിലും വെളിപ്പെടും. ഒന്ന് കണ്ണുകളടച്ച്. ദാവീദ് എന്ന് പറയുന്ന വ്യക്തി അനുഭവിച്ച നഷ്ടം ചില്ലറയല്ല, അത് ചെറുതായി കാണരുത്. ഭാര്യ, മക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടു. പോരാത്തതിന് ശത്രുക്കൾ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു, തീയിട്ട് കളഞ്ഞു. ഇനി ഒരിക്കലും ഇവൻ രക്ഷപ്പെടരുത്
ഇനി ഒരു കാലത്തും ഇവൻ കയറി വരരുത്, ഇനി ഒരു കാലത്തും ഇവൻ രക്ഷപ്പെടരുതെന്ന അർത്ഥത്തിൽ തീയിട്ട് കത്തിച്ചു കളഞ്ഞു. എന്തെങ്കിലുമൊക്കെ നശിച്ച് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് ആരും തകർന്നിരിക്കരുത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം കുടുംബ ജീവിതമായിരിക്കും തകർന്നത്, നിങ്ങളുടെ മക്കളുടെ ഭാവിയായിരിക്കും എന്ന് ഈ രൂപത്തിലുള്ളത്, നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കും, നിങ്ങളുടെ ആരോഗ്യമായിരിക്കും. ദൈവത്തോട് ചിലപ്പോൾ നമ്മൾ പറയും, ദൈവമേ പ്രതീക്ഷയ്ക്കൊരു തരി പോലും ഇല്ലല്ലോ, ഞാനിനി എങ്ങനെ മുന്നോട്ട് പോകും? ഇതെല്ലാം കേട്ടപ്പോൾ ദാവീദ് ഉടനെ ഒരു പുരോഹിതനെ വിളിച്ചു പറഞ്ഞു, ഹലോ പുരോഹിതൻ, എനിക്ക് ഏഫാദ് വേണം, ഏഫോദ് വേണം, എനിക്ക് പ്രാർത്ഥിക്കണം. എന്നിട്ടോ ദാവീദ് ദൈവമായ കർത്താവിൽ കുറച്ചുകൂടെ ശരണം വെച്ച് തൻ്റെ ദുഃഖമുള്ള മനസ്സും ശരീരവും തളർന്ന മനസ്സുമൊക്കെയായി ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്നിട്ട് ദൈവത്തോട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അവരെ പിന്തുടരണമോ? ഞാൻ അവരെ പിടികൂടണമോ? ഞാൻ എന്തു ചെയ്യണം? നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ ഞാൻ എന്തു ചെയ്യണം? ഞാൻ ഇത്രയും വലിയ പ്രശ്നത്തിലാണ്, ഞാൻ ആരോടും പറഞ്ഞില്ല, ഞാൻ അവരോടൊക്കെ പറഞ്ഞാൽ അവരൊക്കെ എന്തൊക്കെ വിചാരിക്കും? ആരെയും ഞാൻ ഈ കാര്യം അറിയിച്ചിട്ടില്ല. ഏത് വിഷയത്തിൽ നിങ്ങൾ വേദനിക്കുന്നോ, എവിടെയാണോ പ്രതീക്ഷയ്ക്ക് ഒരു സാധ്യതയുമില്ലാത്ത കത്തിക്കരിഞ്ഞു പോയ ചാരം പോലെ നിങ്ങളുടെ മുമ്പിലുള്ളത്, ചിലപ്പോൾ അൾത്താരയിൽ വയ്ക്കുന്ന തിരി, കുർബാനയ്ക്ക് വെച്ച് കത്തിച്ചു വയ്ക്കുന്ന തിരി, അത് നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാണാൻ പറ്റും അത് ഉരുകി ഉരുകി തീരുന്നത്. എന്നാൽ ചില മനുഷ്യർ, ചില കുടുംബങ്ങൾ, ചില ഹൃദയങ്ങൾ ഉരുകി ഉരുകി തീരുന്നത് കാണാൻ കഴിയില്ല. ചില മനുഷ്യരും ഉരുകുന്ന തിരി പോലെ തീർന്നുകൊണ്ടിരിക്കുകയാ, ഉരുകി 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 ഉരുകി. ഒന്ന് രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? അകത്തും പുറത്തുമായി ഇരിക്കുന്നവർ, ഈ ശബ്ദം കേൾക്കുന്നവർ, ഇതാ നിങ്ങളോട് ആ ദൈവം സംസാരിക്കുന്നത്. നിങ്ങളുടെ നഷ്ടം അതെന്നേക്കുമായ ഒരു നഷ്ടമല്ല, അതിൽ നിന്ന് കരകയറാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കാൻ ദൈവത്തിനറിയാം, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവത്തിനറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഒരമ്മ പോലും തന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അവൾക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടണമെന്നാണ്. പക്ഷെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തത് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കൊടുത്താണ്. പിന്നീട് അമ്മ പറഞ്ഞു, അവര് രണ്ടുപേരും ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് ഞാൻ സ്വപ്നം പോലും കണ്ടില്ല കേട്ടോ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാ. എഴുതിയിട്ട നിയോഗം പോലും എത്രയും പെട്ടെന്ന് കോടതിയിൽ നിന്ന് ഡിവോഴ്സ് വേണമെന്നാണ് എഴുതിയിട്ടത്. പക്ഷേ അത് ദൈവത്തിന്റെ ഇടപെടലാണ്. ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കിയിട്ട് ആരുടെയും ജീവിതം പൊട്ടിപ്പോയിട്ടില്ല. എത്ര പൊട്ടിപ്പോയ ജീവിതങ്ങളെയും ദൈവം ഒട്ടിച്ചു ചേർത്തത് ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കിയ പിന്നെയാണ്. രണ്ട് കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു, എല്ലാവരും സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ വാക്കുകൾ മറക്കരുത്. ഭയങ്കര നഷ്ടം വന്നപ്പം എനിക്കറിയാം ചിലർ പറഞ്ഞൊരു വാക്ക്, നീ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നോ, എന്നിട്ട് എവിടെയും എത്താതെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നോളാൻ. വഴക്കായിട്ട് പറഞ്ഞതാ, കളിയാക്കി പറഞ്ഞതാണേലും അങ്ങനെയൊക്കെ നടന്നവരും ദൈവത്തിൽ ആശ്രയിച്ചവരൊക്കെയാ എവിടെയൊക്കെയോ എത്തിയവർ. അതാണ് സത്യം. നമ്മൾ ചിലർ പ്രാർത്ഥനയും ധ്യാനവും പ്രാർത്ഥനയും കൂടുമ്പോൾ അവരെ നമ്മൾ വിമർശിക്കാറുണ്ട്. 5-10 വർഷം കഴിയുമ്പോൾ അവരൊക്കെയാണ് എവിടെയൊക്കെയോ ദൈവകാരുണയിൽ എത്തിപ്പെട്ടത്. ദാവീദ് ദൈവത്തിൽ ശരണം വെച്ചു. എന്നിട്ടിനി പറയുന്നത്, ഇങ്ങനെ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് ദാവീദിനോട് മറുപടി പറഞ്ഞെന്നറിയാമോ? അതാണ് അടുത്ത വാക്യം. കർത്താവ് അരുളി ചെയ്തു, പിന്തുടരുക, തീർച്ചയായും നീ അവരെ പിടികൂടി സകലരെയും വീണ്ടെടുക്കും. സകലരെയും വീണ്ടെടുക്കും എന്ന് പറഞ്ഞാൽ ദാവീദിനോട് പറയുവാണ്, നിനക്കെല്ലാം നഷ്ടപ്പെട്ടു, ഭാര്യ മക്കൾ എല്ലാവരും നഷ്ടപ്പെട്ടു, കൂടെ നിൽക്കുന്നവരെതിരായി, നിന്റെ സമ്പത്ത് മുഴുവൻ അവർ തീയിട്ട് കരിച്ചു കളഞ്ഞു. അപ്പോൾ ദാവീദിനോട് പറഞ്ഞത്, സാരയില്ല, പോട്ടെ, വിഷമിക്കണ്ട എന്നല്ല പറഞ്ഞത്, നീ എല്ലാം വീണ്ടെടുക്കും. ആരെയും വീണ്ടെടുക്കും എന്നാ പറഞ്ഞേ? ദൈവത്തിൽ ശരണം വച്ചവൻ, ദൈവത്തോട് പ്രാർത്ഥിച്ചവൻ. ആ മനുഷ്യനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞത് പോയി ചാകടാന്നല്ല. ആ മനുഷ്യനോട് ദൈവം പറഞ്ഞത്, പോയി അനുഭവിച്ചോ, നീ എന്നെ നോക്കിയാ നടന്നേ, മര്യാദയ്ക്ക് ശ്രദ്ധിക്കണ്ടായിരുന്നോ എന്നല്ല പറഞ്ഞത്. നീ വിഷമിക്കൊന്നും വേണ്ട, സകലതും നീ
വീണ്ടെടുക്കും. അതാ എനിക്കിവിടെ ഇരിക്കുന്ന ആരെ അറിയില്ലെങ്കിലും നിങ്ങളോടും എനിക്ക് പറയാനുണ്ട്. സമ്പത്തുണ്ടാകാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, ഉള്ള സമ്പത്ത് വൃത്തിയായി കൈകാര്യം ചെയ്യാനുള്ള നല്ല കഴിവ് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ചിലരുടെ കയ്യിൽ പണമുണ്ട്, പക്ഷേ അവർക്കത് കൈകാര്യം ചെയ്യാൻ പലർക്കും അറിയില്ല. ആർക്കൊക്കെ കൊടുക്കും, അതിനൊരു ബെല്ലും ബ്രേക്കുമില്ല, അതിനൊരു കയ്യും കണക്കുമില്ല. എത്ര രൂപ കിട്ടിയാലും ഒന്നും മിച്ചമില്ല, ഒരു മെച്ചവും ഇല്ല. ചിലർക്ക് 500 രൂപ ചിലവഴിക്കേണ്ട സാഹചര്യമുള്ളൂ, ഒരു 5000 രൂപ അങ്ങ് ചിലവഴിച്ചേക്കും. അത് കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് എനിക്ക് ആദ്യം വേണ്ടത്, എന്നാലേ കയ്യിൽ പണം ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അതൊരു വശം. ഇവിടെ ദാവീദിനോട് പറഞ്ഞു, നീ സകലതും വീണ്ടെടുക്കും. നഷ്ടമൊന്നും നീ ഓർത്ത് വിഷമിക്കണ്ട, നീ ദൈവത്തെ ആ കൂട്ടുപിടിച്ച് സകലതും നീ തിരിച്ചു പിടിക്കും. ഇനി തിരിച്ചു പിടിച്ചോ ഇല്ലയോ മുഴുവൻ വായിക്കാൻ സമയമില്ലെങ്കിലും വായിക്കാൻ 30-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. 30-ാം അധ്യായം 18-ാമത്തെ വാക്യം പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരികയാണ്. ഇങ്ങനെ ഒരു 18-ാമത്തെ വാക്യം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. ഇന്നായിരിക്കില്ല, നാളെ അടുത്ത മാസമായിരിക്കും ഇങ്ങനെ എഴുതുന്നത്, ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും നിങ്ങൾ എഴുതുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചത് നിങ്ങളുടെ ഡയറിയിൽ എഴുതാൻ പറ്റും ഒരു കാലത്ത്. എന്താ എഴുതിയിരിക്കുന്നു നോക്കിയ 18-ാമത്തെ വാക്യം, അമലേക്യർ തട്ടിയെടുത്തതെല്ലാം ദാവീദ് വീണ്ടെടുത്തു. ദാവീദെല്ലാം വീണ്ടെടുത്തു. എവിടുന്നായി വീണ്ടെടുക്കാനുള്ള ശക്തി കിട്ടിയത്? കരഞ്ഞ് തളർന്നു പോയ പുള്ളിയാണ്. ശക്തി കെട്ട് കരഞ്ഞ് തളർന്നു വീണുപോയി പുള്ളി. സകലരും എതിരായി. ഇപ്പോഴോ കുറച്ചു നേരം പ്രാർത്ഥിക്കുന്ന ദാവീദിനെ കാണാതെ പോകരുത്. പുള്ളി ഒരു പുരോഹിതനെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച് ഇപ്പോൾ സകലതും തിരിച്ചു പിടിച്ചു. ഇത് എഴുതിയിരിക്കുന്നു, അമലേക്യർ തട്ടിയെടുത്തതെല്ലാം ദാവീദ് വീണ്ടെടുത്തു. എന്നിട്ട് അടുത്ത വാക്യം, തന്റെ രണ്ട് ഭാര്യമാരെയും രക്ഷപ്പെടുത്തി. കയ്യിൽ നിന്ന് പോയതെല്ലാം വീണ്ടെടുക്കുകയാണ്. 19-ാമത്തെ വാക്യം, അവർ അപഹരിച്ചതൊന്നും പുത്രന്മാരോ പുത്രിമാരോ ചെറുതോ വലുതോ ആയ മറ്റു വസ്തുക്കളോ ദാവീദിനൊന്നും നഷ്ടപ്പെട്ടില്ല. ഒന്നും നഷ്ടപ്പെട്ടില്ല. അവനെല്ലാം വീണ്ടെടുത്തു. ആടുമാടുകളെയെല്ലാം അവൻ മുമ്പിൽ വിട്ടു. എല്ലാം വീണ്ടെടുത്തു എന്ന് പ്രാർത്ഥിച്ച ദാവീദിനെ വീണ്ടെടുക്കാനുള്ള ശക്തി നാട്ടുകാരാണോ കൊടുത്തത്? ഒറ്റ ആൾക്കാരും ദാവീദിനെ സപ്പോർട്ട് ചെയ്ത ഒരു കുഞ്ഞു പോലും ഈ വിരൽ പോലും അനക്കിയിട്ടില്ല, അണിവിരൽ പോലും അനക്കിയിട്ടില്ല. നിങ്ങൾ പറയില്ലേ, എന്നെ സഹായിക്കാൻ ആരുമില്ല. എന്നെ സഹായിക്കാൻ ഒരു അണിവിരൽ ചലിപ്പിക്കാൻ പോലും എനിക്ക് കുടുംബക്കാർ, വീട്ടുകാർ, സ്വന്തക്കാർ ഒക്കെ ഉണ്ട്. പക്ഷെ എന്നെ സഹായിക്കാൻ ഒരു അണിവിരൽ പോലും ചലിപ്പിക്കാൻ ആരുമില്ല. ആരും വേണ്ട. സങ്കീർത്തനം 121:1, ആകാശത്തിലേക്ക് പർവ്വതങ്ങളിലേക്ക് ഞാൻ നോക്കി, ആരെന്നെ സഹായിക്കും? ഉടനെ മറുപടിയാണ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമായ കർത്താവ് നിന്നെ സഹായിക്കും. എൻ്റെ കുടുംബം ഇങ്ങനെയാണല്ലോ, എന്ത് ചെയ്യും? ദൈവം നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. ദാവീദ് സകലതും വീണ്ടെടുത്തു. നോക്കൂ, ഇങ്ങനെ വീണ്ടെടുക്കണമെങ്കിൽ നിസ്സാര ശക്തി പോരാ, സകലരെയും വീണ്ടെടുക്കാൻ ഒരു ശക്തി വേണം. ആ ശക്തി എവിടുന്നാണ് കിട്ടിയത്? ദൈവത്തിൽ നിന്ന്. ആ ശക്തിയാണ് നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ വേണ്ടത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാൻ ഈ ശക്തിയാണ് വേണ്ടത്. പ്രാർത്ഥനാ മുറിയിൽ ആ ദൈവത്തിൽ ആശ്രയിച്ച് കിട്ടിയ ശക്തിയാണ് നാളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വെളിപ്പെട്ടു വരേണ്ടത്. സങ്കീർത്തനം 121:1-2 വാക്യം മറക്കരുത്. ഇതുപോലൊരു പ്രതിസന്ധിയിൽ ദാവീദ് കണ്ണുകളിങ്ങനെ ഉയർത്തി ആകാശത്തേക്ക് നോക്കിയിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കായല്ലോ. അപ്പോൾ ദൈവം ഉടനെ മറുപടി പറയുക, നീ ഒറ്റയ്ക്കായെന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം നിന്നെ സഹായിക്കുന്നു. നിന്നെ ചിറ്റപ്പൻ സഹായിക്കും, അങ്കിള് സഹായിക്കും, ആൻറ്റി സഹായിക്കും, നിന്റെ സുഹൃത്ത് കാനഡയിലെ അവൻ നിന്നെ സഹായിച്ചോളൂ എന്നല്ല പറഞ്ഞത്. കാനഡയിലും അമേരിക്കയിലും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നിന്നെ സഹായിക്കണം നിർബന്ധമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, നിങ്ങളെ സഹായിക്കാമെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ട് ആരെങ്കിലും ആവശ്യ നേരത്ത് സഹായിക്കാമെന്നോ? ഫോണ് പോലും എടുത്തിട്ടില്ല. വിളിച്ചപ്പം മെസ്സേജ് അയച്ചിട്ട് കണ്ടതായിട്ട് എനിക്കറിയാം, പക്ഷെ റിപ്ലൈ പോലും അയച്ചിട്ടില്ല.
അതാണ് നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞ പലരുടെയും അവസ്ഥ. ഓ ഞാനൊക്കെ നിങ്ങനെ സഹായിച്ചോളാം കേട്ടോ എന്ന് പറഞ്ഞവർ പലരും നമ്മളെ കാണുമ്പോൾ അപ്പുറത്തെ റോട്ടിൽ കൂടെ വേഗം പോവും. മിണ്ടിയല്ല. കയ്യിൽ കാശും നല്ല വാഹനവും നല്ല വീടും ഉള്ളപ്പം ഇഷ്ടംപോലെ ആൾക്കാർ വരും. ഒരു പ്രതിസന്ധി വരട്ടെ കാണാം, ആരും ഉണ്ടാകത്തില്ല. പണ്ട് കൂടെ നിന്ന് ചിരിച്ചവരും ഒപ്പം ഭക്ഷണം കഴിച്ചവരും ഒന്നും ഉണ്ടാകത്തില്ല. അന്നേരം കൂടെയുള്ള ഒരാളായിരിക്കും. വിളിക്കുമ്പോൾ ഓടി വരുന്ന ഒരാളേ ഉള്ളൂ, സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദൈവത്തെ നിങ്ങൾ മറക്കരുത്. അതിവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ, ഏത് പ്രായത്തിലുള്ള ആളായിക്കട്ടെ, ബിസിനസ്സുകാരായിക്കട്ടെ, പണമുള്ളവരായിക്കൊള്ളട്ടെ, ആരുമാകട്ടെ. ഞാനിവിടെ പറഞ്ഞൊന്നും എനിക്കറിയില്ല എത്ര വലിയ ആളെയും മുട്ടുകുത്തിക്കാൻ ദൈവത്തിന് 2 സെക്കൻഡ് വേണ്ടെന്നാണ് എന്നോടൊരാൾ പറഞ്ഞത്. ഒരു ഡോക്ടറുടെ മുമ്പിൽ ഇരുന്നാൽ മതി നമ്മുടെ ജീവിതം എല്ലാം പലതായി പോകാൻ. ഒരു കുഴപ്പമില്ലാത്തൊരാൾ ആശുപത്രിയിൽ ചെന്നപ്പോൾ പറഞ്ഞു ക്യാൻസറിൻ്റെ ആരംഭമാണോ എന്ന് സംശയമുണ്ട്. തീർന്നു. അതാ 3 സെൻറ്റൻസേ പറഞ്ഞുള്ളൂ. ശ്രദ്ധിക്കണം, ക്യാൻസറിൻ്റെ ആരംഭമാണോ എന്ന് സംശയമുണ്ട്. അത് പറയാൻ ആ സ്പീഡിൽ ഓടുന്ന സൂചി 4 പ്രാവശ്യം ഓടിയിട്ടില്ല. ടക്ക് 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 അപ്പുറം ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത രോഗിയെ കൊണ്ടുവന്നു അയാൾ അവിടുന്ന് പോകുന്നത്. എല്ലാം തീർന്നു. ഡോക്ടറുടെ 3 സെൻറ്റൻസിൽ നമ്മുടെ ജീവിതം നമ്മുടെ പ്രതീക്ഷയെല്ലാം ഉണങ്ങിപ്പോകും. ഡോക്ടർ ആകെ 3 സെൻറ്റൻസ് ചിലപ്പോൾ പറയും, ക്യാൻസറാണ്, എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് വേണം. ആകെ പറഞ്ഞ 2 സെൻറ്റൻസാണ്. നമ്മുടെ പ്രതീക്ഷ മുഴുവൻ പപ്പടം പോലെ ഇതേ പൊടിഞ്ഞ് നിലത്ത്. അത്രേ ഉള്ളൂ നമ്മുടെ എല്ലാവരുടെയും ജീവിതം. അത്രയും ചെറുതുമാണ് നമ്മുടെ ജീവിതം, അത്രയും കുഞ്ഞുതുമാണ്. എന്നെ വഴി നടത്തുന്ന ദൈവത്തെ മറക്കരുത്, ഉപേക്ഷിക്കരുത്. പണം വരുമ്പോൾ ആ കൂട്ടത്തിൽ ഉരുണ്ടുപോയേക്കരുത്. നമ്മൾ പല ക്രിസ്ത്യാനികളും പണം ഉണ്ടാകുമ്പോൾ ആ കൂട്ടത്തിൽ ഉരുണ്ടുപോയവരാ പലരും. എന്നിട്ട് എവിടെയൊക്കെയോ സ്റ്റക്കായി കിടക്കുന്നു. എന്നാൽ ചില ബുദ്ധിയുള്ള മനുഷ്യർ പണം വന്നു കുന്നുകൂടിയപ്പോഴും ആ കൂട്ടത്തിൽ ഉരുണ്ടുപോയില്ല. അത് തന്നവനെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നു. ഒരു ക്ലാസ്സിൽ പല ബെഞ്ചുകളുണ്ട്. ഒരിക്കലും ദൈവത്തെ പുറകിലത്തെ ബെഞ്ചിൽ ഇരുത്തരുതെന്നാണ് പറയുന്നത്. ദൈവത്തെ ഏറ്റവും മുമ്പിലത്തെ ബെഞ്ചിൽ എപ്പോഴും ഇരുത്തണം. ദൈവമാണ് തന്നത്. വലിയൊരു വീട് പണിത മനുഷ്യൻ പ്രിന്റിംഗ് പ്രസ്സിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കാർഡ് ഉണ്ടാക്കണം, ഇൻവിറ്റേഷൻ കാർഡ്. അതിൻ്റെ വലിയ അക്ഷരത്തിൽ എഴുതണം ദൈവത്തിന് നന്ദി മലയാളത്തിൽ, അതിൻ്റെ താഴെ താങ്ക് ഗോഡ്. അപ്പോൾ പ്രിന്റിംഗ് പ്രസ്സുകാരൻ ചോദിച്ചു, അല്ലേ സാർ, ഈ വീട് കയറിക്കൂടെ ഇൻവിറ്റേഷൻ വരുമ്പോൾ ഈ താങ്ക് ഗോഡും ദൈവത്തിന് നന്ദി എന്ന് ഫ്രണ്ടിൽ എഴുതാറില്ല. ഞങ്ങളുടെ ഒരുപാട് മാതൃകകളാണിത്. അയാൾ പറഞ്ഞു, എനിക്ക് എൻ്റെ വീട് തന്ന ദൈവമാണ്, വലിയ വീടാണ്. ആ വീടിൻ്റെ എനിക്ക് ദൈവം തന്നതാ. ഞാൻ ഇൻവിറ്റേഷൻ കൊടുക്കുന്നവർ ആദ്യം കാണേണ്ടത് ദൈവമേ നന്ദി എന്നുള്ള വാക്കായിരിക്കണം. നിങ്ങൾ എല്ലാ ഇൻവിറ്റേഷൻ കാർഡിൽ താങ്ക് ഗോഡൊന്നും വെക്കാറില്ലായിരിക്കും, പക്ഷേ എൻ്റെ കാർഡിൽ വയ്ക്കണം. ആ പ്രസ്സുകാരൻ ചോദിച്ചു, സാറേ അങ്ങനെ വെക്കാറില്ല, അത് പുറകിലത്തെ പേജ് വെച്ചാൽ പോരെ? അല്ല, ഫ്രണ്ടിൽ തന്നെ വെക്കണം. താങ്ക് ഗോഡ്, ദൈവമേ നന്ദി ഈ വീട് നൽകിയതിന്. എപ്പോഴും ദൈവത്തെ മുന്നിൽ നിർത്തുന്നവൻ എല്ലാത്തിനും മുന്നിൽ തന്നെ ദൈവം നിർത്തും. എല്ലാ കാര്യത്തിലും ദൈവം മുന്നിലായിരിക്കും. അത് ദൈവത്തിന് ആ വ്യക്തിക്ക് കൊടുക്കുന്ന കരുണയാണ്. ഒരു കുഞ്ഞു കഥ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ആ കഥ ചിലപ്പോൾ ഒരു പൊട്ടക്കഥയായിട്ട് തോന്നും, ചിലപ്പോൾ നല്ലതായിട്ട് തോന്നും. എന്തായാലും ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. വലിയ അർത്ഥമൊന്നുമില്ല. വായിക്കുമ്പോൾ ചിലപ്പോൾ തോന്നും ഇത്രയും പൊട്ടക്കഥയാണല്ലോ ഈ പുള്ളി പറഞ്ഞത്. അതൊരു കടൽ തീരവുമായി ബന്ധപ്പെട്ട ഒരു ബീച്ചാണ്. ഒരുപാട് ആളുകൾ ഐസ്ക്രീം കഴിച്ചും വെള്ളത്തിൽ ചാടിയും 100,000 ആളുകൾ ഓടിച്ചാടി നടന്ന് സന്തോഷിക്കുന്ന കടൽ തീരത്തെ ബീച്ച്. അതിലൊരു കലാകാരൻ ആ ബീച്ചിൽ കൂടെ നടക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ നിലത്ത് മണ്ണിൽ, കടൽ തീരത്തെ മണലിൽ ഒരു കടലാസ് കിടക്കുന്നു. ഒരു കടലാസ് അത് നനഞ്ഞു കിടക്കുന്നു. ഉപ്പുവെള്ളം വീണ് നനഞ്ഞു കിടക്കുവാണ്. അതിൽ മനുഷ്യർ ചവിട്ടിപ്പോയതിൻ്റെ ചില പാടുകളുണ്ട്. അതിൽ മണൽ പറ്റിയിട്ടുണ്ട്, മണൽ. അപ്പോൾ ആ മനുഷ്യൻ നടന്നു പോയപ്പോൾ ആ കടലാസ് ഉച്ചത്തിൽ കരഞ്ഞു. നിലത്ത് കിടക്കുന്ന കടലാസ് ഉച്ചത്തിൽ കരഞ്ഞു, സാറേ എന്നെ ഒന്ന് രക്ഷിക്കാമോ എന്ന് ചോദിച്ചു. കടലാസാണ് ചോദിച്ചത്, വെറും കഥയാണ്. അപ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്നിട്ട് ചോദിച്ചു, എന്നാ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സാറേ ഞാനിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഈ മനുഷ്യരെ മുഴുവൻ എൻ്റെ മേത്താ തുപ്പുന്നത്. എന്നെ തുപ്പുന്നു, എന്നെ ചവിട്ടുന്നു, എന്നെ ഉപദ്രവിക്കുന്നു, എന്നെ ഒന്ന് രക്ഷിക്കാമോ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷിക്കാം. എന്നിട്ട് ആ മനുഷ്യൻ കുനിഞ്ഞു. എന്നിട്ട് ആ കിടക്കുന്ന കടലാസ് എടുത്തു. എന്നിട്ട് ആ കടലാസിനോട് പറഞ്ഞു, ഇന്ന് നിൻ്റെ അവസ്ഥയോർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട.
അവർ ചവിട്ടി ഉപദ്രവിച്ചു, തുപ്പി. വിഷമിക്കൊന്നും വേണ്ട. മണൽ പറ്റി നനഞ്ഞു, ചില ഭാഗം ചെറുതായിട്ട് കീറിയിട്ടുണ്ട്, സാരമില്ല, ഞാൻ നിന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോവാണ്. അയാൾ ആ കടലാസിനെ വീട്ടിൽ കൊണ്ടുപോയി ഒരു മേശപ്പുറത്ത് നിരത്തി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്നോ, കുറച്ച് കഴിയുമ്പോൾ ഈ വെള്ളമെല്ലാം ഉണങ്ങും, അപ്പോൾ ആ മണലൊക്കെ മാറ്റും, നിന്നെ ഞാനൊരു നല്ല രീതിയിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ പോയി കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ ആ കടലാസിൽ പറ്റിയിരുന്ന വെള്ളമെല്ലാം ഉണങ്ങി. അയാൾ ആ കടലാസ് എടുത്ത് ആ മണലൊക്കെ തൂത്ത് കളഞ്ഞ് ആ കടലാസിനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അത് നല്ലൊരു കടലാസാക്കി ഒരു പേപ്പറാക്കി അവിടെ വെച്ചു. എന്നിട്ട് ആ പേപ്പറിനോട് പറഞ്ഞു, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്നെ ഞാനൊരു പട്ടമാക്കി മാറ്റും. എന്നെയോ? ഈ മണ്ണ് പറ്റിയ അപ്പുറത്ത് ആൾക്കാർക്കാർക്കും വേണ്ടാതെ മണൽ പറ്റി ചെളി പറ്റി എല്ലാവരും ചവിട്ടി നടന്ന എന്നെയോ? ആ, നിന്നെ തന്നെ. കഥ കഴിഞ്ഞിട്ടില്ല. ഈ കടലാസ് ആരാണ്? അതൊരു പക്ഷേ ഞാനാണ്, ഒരുപക്ഷെ ഇരിക്കുന്ന ആരൊക്കെയോ ആണ്. നിങ്ങളൊക്കെ ഇന്ന് നല്ല കാറ് നല്ല വീടൊക്കെ ഉണ്ടാകാൻ കാരണം ഒന്നുമില്ലാത്തൊരു കാലത്ത് നിങ്ങളെ ഒരു ദൈവം പതുക്കെ കൈകളിൽ എടുത്തോണ്ടാ ഇന്ന് നല്ല കളറ്, നല്ല വീട്, നല്ല ജോലി, നല്ല ചുറ്റുപാട്, ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള കട്ടിൽ, ഇഷ്ടമുള്ള രീതി, വാഹനം, എല്ലാം ഇന്നെല്ലാം വന്നു. അത് ദൈവം നിൻ്റെ കഴിവും എടുക്കുമല്ല, നിന്നെ ദൈവം കൈകളിൽ എടുത്തത് കൊണ്ടാണ്. അങ്ങനെ ഈ കടലാസിനെ പുള്ളി ഒരു കത്രിക എടുത്തുകൊണ്ട് വന്ന് ഈ കടലാസിനെ പല കഷ്ണങ്ങളായിട്ട് അങ്ങ് മുറിച്ചു. എന്നിട്ട് ഒരു കുപ്പി നിറയെ പശയും എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ആ കടലാസിനെ മുറിച്ചപ്പോൾ കടലാസ് ചോദിച്ചു, ആവശ്യത്തിലധികം ചവിട്ടും കുത്തിയും കിട്ടിയ ആളാണ് ഞാൻ, നിങ്ങളും എന്നെ മുറിക്കുവാണോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നെ കുറച്ചുകൂടെ അംഗീകരിക്കും, നിങ്ങൾ പട്ടം ഉണ്ടാക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ എന്നെ വീണ്ടും വേദനിപ്പിക്കുകയല്ലേ. ഞാൻ ആ ബീച്ചിൽ കിടന്ന് നാട്ടുകാരുടെ മുഴുവൻ ചവിട്ടുകൊണ്ട ആളാണ്, ഞാൻ അത്രയും വേദനിച്ച ആളാണ്, നിങ്ങളും എന്നെ ചവിട്ട്, നിങ്ങളും എന്നെ മുറിക്കുമല്ലേ? അപ്പോൾ പറഞ്ഞു, മുമ്പേ പാട്ടുകാരൻ പാടിയ പാട്ടാണ്, നിന്നെ മുറിക്കുന്നത് നിന്നെ തകർക്കാനല്ല, അത് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്, സാരമില്ല, നീ ക്ഷമിക്ക്. അങ്ങനെ ഈ കടലാസിനെ പുള്ളി മുറിച്ച് ഒട്ടിച്ച് ഒരു പട്ടമാക്കി മാറ്റി. എന്നിട്ട് ആ കടലാസിനോട് പറഞ്ഞു, നീ ഇന്നലെ കരഞ്ഞ സ്ഥലത്ത് ഞാൻ നിന്നെ ഒരു നൂലേൽ കെട്ടി ആ കാറ്റിൻ്റെ ആ ഒരു ശക്തിയിൽ ഉയർത്തും എന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷമായി. അയാൾ അപ്പുറത്തെ മുറിയിൽ പോയി ഒരു കൈ നിറയെ നൂലെടുത്തോണ്ട് വന്ന് ആ ഉണ്ടാക്കിയ പട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് വളരെ മുറുക്കി കെട്ടി. അപ്പോൾ കടലാസ് പറഞ്ഞു, എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ആദ്യം മുറിച്ചു, ഇപ്പോൾ വല്ലാതെ മുറുക്കി കെട്ടുന്നു, നല്ല വേദനയുണ്ട്. അപ്പോൾ പറഞ്ഞു, നിന്നെ തകർക്കാനല്ല, നിന്നെ ഒരു പട്ടമായി ഞാൻ, നീ കരഞ്ഞെടുത്ത് നീ ഉയരും. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഓക്കെ. അങ്ങനെ പിറ്റേ ദിവസം ഇയാൾ ഈ ഉണ്ടാക്കിയ പട്ടവും നൂലുമൊക്കെയായി ബീച്ചിൽ ചെന്നു. എന്നിട്ട് ആ കടലാസിനോട് ചോദിച്ചു, എൻ്റെ വിചാരം നീ ഏകദേശം ഇവിടെ വച്ചാണ് എന്നെ കണ്ടത്, കരഞ്ഞത്, ഇവിടെ വച്ച് തന്നെ ഞാൻ നിന്നെ ആകാശത്തേക്ക് ഉയർത്താൻ പോവുകയാണ്. അപ്പോൾ ഈ പട്ടത്തിനൊത്തിരി കടലാസിന് ഭയങ്കര സന്തോഷമായി. ഇന്നലെ ചവിട്ടും കുത്തും തൊഴിയും ഒക്കെ കൊണ്ട് കിടന്ന സ്ഥലത്തുനിന്ന് ഇപ്പോൾ പതുക്കെ ഈ കടലിൽ നിന്ന് വീശിയടിക്കുന്ന ആ കാറ്റിൻ്റെ ആ ഒരു ബലത്തിൽ ഈ നൂല് അയാൾ വിട്ട് കൊടുക്കുമ്പോൾ ഉയർന്നു പോവുകയാണ്. ഉയർന്നു പോകുമ്പം ആ ബീച്ചിലുണ്ടായിരുന്നവരൊക്കെ പെട്ടെന്ന് കീശയിൽ നിന്ന് ഫോൺ എടുക്കാൻ തുടങ്ങി. അവർ ഫോൺ എടുത്ത് ക്യാമറ ഓൺ ചെയ്തു. പെട്ടെന്ന് ആൾക്കാരെല്ലാം തല ഉയർത്തി ഇപ്പോൾ നോക്കാൻ തുടങ്ങുന്നു. അതാര് കണ്ടു? ഈ കടലാസ് കണ്ടു. ഇന്നലെ ഇവരെല്ലാം എന്നെ ചവിട്ടുകയും കുത്തുകയും ആർക്കും വേണ്ടാതെ കിടന്ന എന്നെ ഇപ്പോൾ ഇതാ എല്ലാവരും സന്തോഷത്തോടെ ഇപ്പോൾ അവരുടെ സെൽഫോണൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കുന്നു. ഭയങ്കര സംഭവം. ജീവിതവും ഇങ്ങനെയൊക്കെ തന്നെയാണ്, കഥ തീർന്നിട്ടില്ല. ഒന്നുമില്ലാത്ത പലരെയും ദൈവം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കൊണ്ടുപോകും. ഈ കടലാസ് അങ്ങനെ ഉയർന്ന് ഒരു പരിധി വരെ ആകാശത്തിൻ്റെ ഒരുപാട് ഉയരങ്ങളിലെത്തിയപ്പോൾ കാറ്റിൻ്റെ ബലത്തിൽ ഇങ്ങനെ ബീച്ചിൻ്റെ മുകളിൽ ഇങ്ങനെ പറന്ന് നടക്കുവാണ്. അപ്പോൾ താഴെ നിൽക്കുന്ന മനുഷ്യൻ അവിടെ തന്നെ നിന്നുകൊണ്ട് ആ നൂലും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് ഉയരത്തിലെത്തിയപ്പോൾ ആ പട്ടം, ആ കടലാസ് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ കൺട്രോൾ ചെയ്യുന്നത്? ഇപ്പോൾ ഇച്ചിരി നല്ല കാലം വന്നപ്പം താഴെ നിൽക്കുന്നവനോട് ഇഷ്ടക്കേട് വന്നു. അപ്പോൾ ഈ പട്ടം ഉണ്ടാക്കിയവനോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ എന്നെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വളരാൻ പറ്റുന്നില്ല കേട്ടോ. നിങ്ങൾ എന്തിനാണ് എന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് സ്വാതന്ത്ര്യം വേണം. എനിക്ക് ആകെ ഒരു വിഷമം, ഒരു ശ്വാസം മുട്ടുന്നത് പോലെ. എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ വളരാൻ പറ്റും. നിങ്ങൾ എന്തിനാണ് അതിൻ്റെ ചോട്ടിൽ?
വളർന്നവരും ഉയർന്നവരും മറക്കരുത്. ആരോ താഴെ നിന്നോണ്ടത് കൊണ്ടൊക്കെയാ പലരും ഉയർന്നത്. ഒറ്റയ്ക്ക് ആരും വളർന്നിട്ടില്ല. ആ നൂലിന്റെ സ്ഥാനത്തും താഴെ നിൽക്കുന്ന മനുഷ്യന്റെ സ്ഥാനത്തും ആരൊക്കെയോ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു, പഠിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ. അതുകൊണ്ടൊക്കെയാ ഇന്ന് പലരും ഉയർന്നതും വീട് വെച്ചതും നല്ല ചുറ്റുപാടിൽ ജീവിച്ചതൊക്കെ. പക്ഷെ നല്ല കാലം വരുമ്പോ ആ താഴെ നിന്നോനെയൊക്കെ പുറങ്കാലിനടിച്ച് ദൂരക്കളയും. അയാളോ എന്തുവോ അയാൾ എന്ത് ചെയ്ത്, അയാൾ എന്തോ ചെയ്തു, ഇയാൾ വലിയ വീരവാദം എന്ത് ചെയ്ത് അയാൾ? നമ്മൾ പറയാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. അയാളാണ് നീ ഒന്നുമില്ലാത്ത സമയത്ത് എടുത്തതും നിന്നെ ശ്രദ്ധിച്ചതും നിന്നെ പ്രോത്സാഹിപ്പിച്ചതും സാരമില്ലെന്ന് പറഞ്ഞതും. അങ്ങനെ ഒരാളുണ്ട് എല്ലാ ജീവിതങ്ങളുടെ പുറകിലും ഉണ്ട്. ഒറ്റയ്ക്ക് ആരും വലിയ പടർന്ന് പുലിയായിട്ടില്ല. അത് ഞാനാണേലും നിങ്ങളാണേലും. അപ്പൊ കുറച്ച് വളർന്നു കഴിയുമ്പോൾ നമുക്ക് നൂല് ഇഷ്ടപ്പെടില്ല. അങ്ങനെയല്ലേ പലരും പറയുന്നത്. ഇച്ചിരി കാശാകുമ്പോൾ പറയില്ലേ, എന്തു പ്രാർത്ഥന, എന്തു പള്ളി, എന്ത് ആരാധന, നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാൽ ഇതല്ലേ പണിയുള്ളൂ, നിങ്ങൾ കുറെ പ്രാർത്ഥിച്ചിട്ട് വല്ല ഉണ്ടായോ ഇവിടെ എന്നൊക്കെ നമ്മുടെ വീട്ടിലുള്ള മക്കൾ പോലും ചോദിക്കും. എന്ത് നൂല്, എന്ത് ആളെന്നൊക്കെ നമ്മൾ ചോദിക്കും. നൂല് ചെറുതാ, വില കുറച്ച് കാണരുത്. ആ നൂലേലാ നീ ഉയർന്നതെന്ന് ഓർക്കണം. നൂല് ചെറുതാ, വലിച്ചാ പൊട്ടുന്ന നൂലാ. പക്ഷെ അങ്ങനെ ഒരു നൂലേലാ ഓരോ മനുഷ്യനും ഉയർന്നത്. അങ്ങനെ ഒരു നൂലേലാ. അങ്ങനെ ആരൊക്കെയോ നമ്മുടെ ജീവിതത്തിന്റെ പുറകിലുണ്ടായിരുന്നു. അമ്മയുടെ രൂപത്തിലും അപ്പന്റെ രൂപത്തിലും സുഹൃത്തിന്റെ രൂപത്തിലും അയൽവാസിയുടെ രൂപത്തിലും അധ്യാപകന്റെ രൂപത്തിലും ആരൊക്കെയോ ചിലർ ആരൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു ഭർത്താവ് പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യയെ ഇഷ്ടപ്പെടുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അവളോടൊത്ത് ജീവിക്കാൻ. അയാൾ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അയാൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പ്രാർത്ഥിക്കാൻ വന്നത്. കുടുംബ പ്രശ്നം വേറൊരു വഴിക്ക്. പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യൻ, ഞാൻ പറഞ്ഞു, നിങ്ങളെ ആത്മാർത്ഥമായി കണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടല്ലോ. അയാൾ ഇച്ചിരി കോട്ടിയ ചിരിയോടെ പറഞ്ഞു, ഭാര്യയായിരിക്കും, പുള്ളിക്കാരിക്ക് ഇതേ പണിയുള്ളൂന്ന്. പക്ഷെ അയാളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ തകരാതിരിക്കുന്നതിന്റെ കാരണം അങ്ങനെ ഒരു സ്ത്രീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ല പണ്ടേ നീ ചാരമായി പോയനെ. ആരൊക്കെയോ നമ്മൾ കളിയാക്കിയ, ആരൊക്കെയോ നമ്മൾ വിലയില്ലാതെ കണ്ട പലരും നമ്മളെ വലിയ വിലയോടെ കണ്ട് നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാ പലരും പിടിച്ചു നിന്നതും ജീവിക്കുന്നതും മുന്നോട്ട്. ആരെയും വില കുറച്ച് കാണരുത്. ചിലർ പറയും, ഇയാൾ എപ്പോഴും ഈ പള്ളി പോക്കാണ്, എപ്പോൾ നോക്കിയാലും ഈ പ്രാർത്ഥനയാണെന്ന്. അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പല പ്രശ്നത്തിലും നമ്മൾ തകരാതെ നിന്നത്. നമ്മളെവിടെ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആരൊക്കെയോ കരമുയർത്തിയിട്ടുണ്ട്. ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന നിയോഗം ഞാനും നിങ്ങളും ഇനി ചിലപ്പോൾ കാണത്തില്ലായിരിക്കും നമ്മൾ തമ്മിൽ. പക്ഷേ ഈ നിയോഗത്തിന് വേണ്ടി ഞങ്ങൾ ആരൊക്കെയോ കരങ്ങൾ ഉയർത്തും. ആരൊക്കെയോ, നിങ്ങളെ അറിയാത്ത ആരൊക്കെയോ ഏതോ ഒരു നാട്ടിലിരുന്ന്, ദൈവമേ ഈ നിയോഗം അങ്ങ് കേൾക്കണമേ, ഈ ജനത്തെ അനുഗ്രഹിക്കണമേ, ഈ കുടുംബത്തെ സഹായിക്കണമേ എന്ന് നിങ്ങളുടെ വീട്ടുകാർ പ്രാർത്ഥിക്കുമോ? അങ്ങനെ നിങ്ങളുടെ കുടുംബക്കാർ പ്രാർത്ഥിക്കുമോ? ഇതുപോലെ കരങ്ങൾ ഉയർത്തി ഏതൊക്കെയോ വെറുതെക്കാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതൊക്കെ ഒരു നൂലാണ്, അത് പൊട്ടിച്ചു കളയരുത്. അങ്ങനെ ഈ പട്ടം അങ്ങ് ഉയർന്നെത്തിയപ്പോൾ പട്ടം ചോദിച്ചു, നിങ്ങൾ എന്തിനാ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്നെ നിയന്ത്രിക്കുന്നത്, വിടണമെന്ന് പറഞ്ഞു, എന്നെ ഫ്രീ ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് വഴക്കുണ്ടാക്കി ആ നൂല് പൊട്ടിപ്പോയി. നൂലല്ലേ പൊട്ടിയുള്ളൂ. നൂല് പൊട്ടിയായപ്പോൾ നമ്മൾ തകരുമോ? പിന്നെ നൂലേലാണോ കാര്യം ഇരിക്കുന്നത്? ആ പട്ടം, ഈ നൂലങ്ങ് പൊട്ടിയ പിന്നെ പെട്ടെന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് പോയപ്പം ഒരൊറ്റ ചിരി കണ്ട. നിങ്ങളിങ്ങനെ പിടിച്ചോണ്ടിരുന്നോണ്ടാ എൻ്റെ വളർച്ചയെല്ലാം ഇങ്ങനെ പ്രശ്നമായിട്ട് നിന്നേ. ആ നൂല് പൊട്ടിയപ്പോൾ കണ്ടോ, ഞാൻ കുറച്ചുകൂടെ മുകളിലോട്ട് വരാൻ പറ്റി. എനിക്ക് അങ്ങെത്തായിരുന്നു, നിങ്ങൾ കുറേ നേരം പിടിച്ചോണ്ടിരുന്നോണ്ടാ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു. ഇത് കേട്ട് വിഷമിച്ച് പട്ടം ഉണ്ടാക്കിയ വീട്ടിൽ പോയി. അയാൾക്ക് ഒത്തിരി വിഷമം തോന്നി. എന്നാലും ഇത്രയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയാണല്ലോ കിട്ടിയത്. അയാൾ വീട്ടിൽ പോയി. ഒരു ദിവസം വിഷമം കൊണ്ട് പുറത്തിറങ്ങിയില്ല, അവിടെ വീട്ടിലിരുന്നു. കഥയാണ്. ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും കടൽ തീരത്തൂടെ വരുമ്പോൾ അയാൾ നടക്കാനിറങ്ങിയപ്പോൾ കാണുന്നു, ഇന്നലെ വലിയ ചിരിയും ബഹളവും ഒക്കെ വെച്ച് വലിയ പുള്ളിയാന്ന് പറഞ്ഞ പട്ടം ഇതേ കടൽ തീരത്തെ ബീച്ചിൽ വന്ന് അടിഞ്ഞു കിടക്കുന്നു, നനഞ്ഞ് കുതിർന്ന് മണ്ണും പറ്റി. അപ്പോൾ ഈ മനുഷ്യ, ഈ പട്ടി ഉണ്ടാക്കിയ ആൾ ചോദിച്ചു, അല്ല എന്താ ഇവിടെ, എന്തു പറ്റി? അപ്പോൾ ആ പട്ടം പറയാണ്, സാറേ എന്നോട് ക്ഷമിക്കണം, എന്നെയും നിങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച നൂല് ഞാൻ പൊട്ടിക്കാൻ പാടില്ലായിരുന്നു അല്ലേ. അത് പൊട്ടിയപ്പോഴാ ഞാനും ജീവിതത്തിൽ പൊട്ടിപ്പോയത്. ജീവിതത്തിൽ പലരും പൊട്ടിപ്പോയത് അപ്പുറത്തെ രാജ്യത്ത് നിന്ന് യുദ്ധം ഉണ്ടായതുകൊണ്ടല്ല, അവരും ദൈവവും തമ്മിലുള്ള കണക്ഷൻ പൊട്ടിച്ചു കളഞ്ഞതുകൊണ്ടാണ് പലരും ബിസിനസ്സിൽ പൊട്ടിയത്, പലരും ജീവിതത്തിൽ പൊട്ടിയത്. ഇന്ന് പട്ടം പറയുവാണ്, ഞാനിന്ന് ഇവിടെ കിടക്കാൻ കാരണം നിങ്ങളും ഞാനും തമ്മിലുള്ള ആ ചെറിയ നൂല്
നിങ്ങളും നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടയാളമാണ് ഈ പള്ളി, ഈ ആരാധനാലയം. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ വിശ്വാസം നൂല ഇത്രയും ചെറുതാ, പക്ഷെ അത് പൊട്ടിപ്പോകുമ്പോഴാണ് അതിൻ്റെ വില അറിയുന്നത്. ഇപ്പോൾ അറിയില്ല, 20 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലർ അറിയണത്. 15 വർഷം കഴിഞ്ഞിട്ടായിരിക്കും പറയും, ഞാൻ അത് പാടില്ല, ചെയ്യാൻ പാടില്ലായിരുന്നു, പൊട്ടിക്കാൻ പാടില്ലായിരുന്നു, ആ പ്രാർത്ഥന നിർത്താൻ പാടില്ലായിരുന്നു. കളയരുത്. ചെറിയ നൂലാണെന്ന് തോന്നും. കുഞ്ഞുങ്ങളുണ്ട്, യുവാക്കളുണ്ട്. അത് ആ ബന്ധം പൊട്ടിച്ചിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ പോകരുത്, വേറൊരു ബന്ധം. ആ ബന്ധം പൊട്ടിയാൽ തീർന്നു, എന്നാ മിടുക്കനാണേലും. അപ്പോൾ ആ പട്ടം പറഞ്ഞു, എനിക്ക് അബദ്ധം പറ്റി സാറേ. ഉയർന്നു കഴിഞ്ഞപ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ചു. ബൈബിളിൽ പറയുന്നൊരു വാക്കുണ്ട്, അഹങ്കരിക്കുന്നവരെ ദൈവം സിംഹാസനത്തിൽ നിന്ന് മാറിയിരിക്കടാ, ഇങ്ങോട്ടെന്നല്ല പറയുന്നേ, നിന്നെ ഞാൻ മറിച്ചിടുമെന്ന്. ഹേയ്, അത് ഇച്ചിരി കട്ടിയായ വാക്കാണ്. എന്നാൽ എഴുന്നേറ്റ് മാറിയിരിക്കുന്നല്ല പറഞ്ഞത്. അഹങ്കരിക്കുന്നവരെ ഇരിക്കുന്ന സിംഹാസനമാണേലും അവിടുന്ന് മറിച്ചിടും ദൈവം. അഹങ്കരിക്കരുത്. ദൈവം തന്നതല്ലാത്ത ഒന്നും നമുക്കില്ല. ഒന്നിൻ്റെ പേരിലും അഹങ്കരിക്കാൻ നമുക്ക് വകയുമില്ല. ഇനി ഒരു കാര്യം പറയട്ടെ, ഒരിക്കലും അഹങ്കരിക്കരുത്. എളിമയുള്ളവരെ ദൈവം ഉയർത്തും. എളിമയുള്ളവരെ ദൈവം ഉയർത്തും. അതാരായാലും അത് ദൈവത്തിൻ്റെ ഉയർത്താനുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. എളിമയുള്ളവരെ ദൈവം, മാതാവ് പറഞ്ഞ വാക്കില്ലേ പരിശുദ്ധമ്മ, എളിയ ദാസിയെ ദൈവം തൃക്കൺ പാർത്തു, കടാക്ഷിച്ചു. എളിമയുള്ളവരെ ഉയർത്തും. ഇനി അഹങ്കരിക്കുന്നത് കാട്ടിലെ ഓക്കുമരമാണേലും, ഓക്കുമരത്തോടൊരു മനുഷ്യൻ പറഞ്ഞു, ഓക്കുമരമേ നീ അഹങ്കരിക്കരുത്. നീ അഹങ്കരിച്ചാൽ നീ മണ്ണിൽ വീണു പോകും, മണ്ണ് പറ്റിപ്പോകും നിന്റെ മേത്ത്. ഒരിക്കലും നീ അഹങ്കരിക്കരുത്. അഹങ്കരിക്കുന്നത് കാട്ടിലെ ഓക്കുമരമാണേലും അത് നിലംപൊത്തിപ്പോകും, മണ്ണ് പറ്റും. അങ്ങനെ ഒരുപാട് പേരെ നമുക്കും അറിയാം. ദൈവത്തോടുള്ള ബന്ധം കളയരുത്. ആര് പറഞ്ഞാലും, ആര് വിമർശിച്ചാലും, ലോകം മുഴുവൻ ട്രോൾ ഇറക്കിയാലും, എന്തൊക്കെ സംഭവിച്ചാലും, ദൈവത്തോടും ദൈവാരാധനയോടുള്ള ബന്ധം കളഞ്ഞിട്ട് മറ്റൊരു ബന്ധം എനിക്കില്ല. ആ ബന്ധമാണ് എൻ്റെ ഉയർച്ചയുടെ അടിസ്ഥാനം. ആ പ്ലാറ്റ്ഫോമിൽ നിന്നേ ഞാൻ വളരത്തുള്ളൂ. അങ്ങനെ ഒരു പ്രതലത്തിൽ നിന്നേ എൻ്റെ വളർച്ചയുള്ളൂ. അല്ലാത്ത വളർച്ചയൊക്കെ ഒറ്റ പോക്ക് പോയി പിന്നെ എവിടെയെങ്കിലും ബീച്ചിൽ കിടക്കും, എവിടെയെങ്കിലുമൊക്കെ താഴെ വീണ് കിടക്കും. പലരും പൊട്ടി താഴെ വീണതിൻ്റെ കാരണം ഒരു ഗ്രാഫ് വരച്ച് ചിന്തിച്ചു നോക്കൂ. അതിൻ്റെ പിറകിലും ഇതുപോലൊരു കാരണം ഉണ്ടാകാം. അപ്പോൾ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദാവീദിനെ പോലെ ദൈവത്തിൽ കുറച്ചുകൂടി ആശ്രയിക്കേണ്ട ഭാഗ്യം ലഭിക്കട്ടെ.